സാറുടെ വോയിസും ത്രോട്ട് ഇൻഫെക്ഷനും കംപ്ലീറ്റ് മാറിയിട്ടില്ല. എന്നാലും ഉള്ള എനർജി ആയിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് എന്തായാലും ഒരു ടേക്ക് അവേ ഉണ്ടാവും. സാറുടെ ഓരോ സെഷനിലും, അത് കുറച്ച് സമയം ആയിക്കോട്ടെ, 15 മിനിറ്റ് ആയിക്കോട്ടെ, 30 മിനിറ്റ് ആയിക്കോട്ടെ, സാറുടെ ഓരോ സെഷനിലും നിങ്ങൾക്ക് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടാവും. നിങ്ങൾക്കൊരു റിലീഫ് എന്തായാലും കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ഒരു തംസപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഞാനത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ അസലായിട്ട് നമുക്ക് കെമിസ്ട്രിയുടെ ബേസിക്, നിങ്ങൾക്ക് ബേസ് ആണ് ക്രംബിൾ ആവുന്നത്. നിങ്ങളുടെ കെമിസ്ട്രി നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് റിവൈസ് ചെയ്യാം. ഇഫ് യു ആർ പുട്ടിങ് വൺ, എല്ലാവരും ഇട്ടു, ഭൂമിക, ഹർഷൻ, മൃത്തുൽ, എവരി വൺ. ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗോയിങ്. ഗൗരി, ശ്രുതി, സാധിക, സന ഫാത്തിമ, അനശ്വര, അഭിനയ, യെസ്. ആര്യൻ, യെസ് 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 യെസ്, ഗുഡ് ഗുഡ് ഗോയിങ്. സോ എല്ലാവരും ഒരുവിധം തംസപ്പ് ഇടുന്നുണ്ട്. ആദിത്യ, വിഘ്നേഷ്, ഓക്കെ, ഗുഡ് ഗുഡ് ഗോയിങ്. സോ സാറുടെ സാധാരണ എനർജി ഇല്ലാത്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സാറ് പറഞ്ഞല്ലോ, ത്രോട്ട് ഇൻഫെക്ഷനും വൈറൽ ഫീവറും ആയിട്ട് സാറ് റെസ്റ്റിലായിരുന്നു. ഇപ്പോഴാണ് ഇത്രയെങ്കിലും ഇന്നും എടുക്കാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചതല്ല. ഇന്ന് ഉച്ചയ്ക്കാണ് എനിക്ക് സ്ലൈറ്റ്ലി കുറച്ചെങ്കിലും മാറിയത്. എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. നമുക്ക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, എന്താ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്? സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയിലെ ബേസിക് കോൺസെപ്റ്റുകൾ എന്നാണ് നിങ്ങളുടെ കെമിസ്ട്രിയിലെ +1 കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും സംഭവിക്കുന്നത്, എല്ലാവരും വിചാരിക്കുക, എല്ലാവരും മനസ്സിലാക്കുക, ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്, സം ബേസിക് കോൺസെപ്റ്റ്സ് എന്നാണ് പേര് എന്നെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പേര് ബേസിക് കോൺസെപ്റ്റ്സ് ആണെങ്കിലും കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ നല്ല തലവേദനയുള്ള ചാപ്റ്ററാണ്. ഹൗ മെനി ഓഫ് യു ആർ എഗ്രിയിങ് വിത്ത് മീ? സാറേ, സംഭവം കറക്റ്റാ. ചാപ്റ്ററിന്റെ പേരൊക്കെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നാ. പക്ഷെ നമ്മുടെ വിവരവും വെള്ളിയാഴ്ചയൊക്കെ അട്ടിച്ചു പോണ, ഫ്യൂസ് ആയി പോകുന്ന ചാപ്റ്ററാണ് സാർ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടി പോയി കിട്ടാവുന്ന ഒരു ചാപ്റ്ററാണ് സാർ ഫസ്റ്റ് ചാപ്റ്റർ. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ റൂദർഫോർഡ്, സെക്കൻഡ് ചാപ്റ്ററിൽ പിന്നെയും കുറച്ചുകൂടി നമുക്ക് അർത്ഥമൊക്കെ മനസ്സിലാക്കി പോവാം സാർ. ഫസ്റ്റ് ചാപ്റ്റർ പേര് മാത്രമാണ് സാർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ പഞ്ചർ ആവാറാണ് പതിവ്. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? if you are agreeing with my statement, you can put one more thumbs up in chat box. നോ ഇഷ്യൂ. ആദ്യത്തെ വരേണ്ട നേരെ ടീച്ചർ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോയെന്ന്. പക്ഷെ ആദ്യത്തെ ചാപ്റ്റർ അറിയാതെ കുറച്ച് പേര് അഭിനവ് പറയേണ്ട എ ലിറ്റിൽ കുറച്ച്, ഞാൻ പറയുന്നത് മിക്സഡ് ഒപ്പീനിയൻ വിൽ ബി ദർ. ഓക്കെ, യെസ് യെസ് യെസ്. ഭയങ്കര ടഫ് അല്ലെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന അത്ര സെറ്റ് ആക്കാൻ പറ്റില്ല. ഓക്കെ, ആർദ്ര, നോ ഇഷ്യൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം അങ്ങനെ പൊക്കോളൂ. സ്കൂളിൽ 5-മത്തെയോ 10-മത്തെയോ 12-മത്തെയോ ഒക്കെ അവരെടുത്തോട്ടെ, നോ ഇഷ്യൂ അറ്റ് ഓൾ. നമ്മൾ തുടങ്ങി വെച്ച് കഴിയുമ്പോൾ ഈ സാധനം സ്മൂത്ത് ആയിട്ട് പോകും. ഓക്കെ, സാറ് പിന്നെ റിവിഷൻ ആണല്ലോ, മറ്റതുപോലെ ഡീറ്റെയിൽഡ് ലൈൻ ബൈ ലൈൻ എടുക്കില്ല. സാറ് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ നിങ്ങൾ ക്രംബിൾ ആവുന്നത് അത് മാത്രമാണ് സാർ അഡ്രസ് ചെയ്യുക. ഓക്കെ, എനിക്ക് ചുമയും ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വളരെ സാവധാനത്തിലേ സാർ എടുക്കുള്ളൂ. എങ്ങനെയെങ്കിലും എനിക്ക് +1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തുടങ്ങിയത്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർവാധികം സപ്പോർട്ടോടുകൂടി സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് റിവിഷൻ ക്ലാസ് ഫ്രം ശ്രീജിത്ത് സാർ ഫോർ +1 ക്ലാസ്സസ്. ഹിയർ ഈസ് അവർ ഫസ്റ്റ് ഡേ. യെസ്, ഹിയർ വി ഗോ. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ വരാനുള്ള റീസൺ, ആദ്യം ഏത് ടീച്ചർ തുടങ്ങുമ്പോഴും സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ ഏത് ടീച്ചർ തുടങ്ങുമ്പോഴും അവർ മാറ്റർ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. മാറ്റർ അല്ലേ? മാറ്റർ എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ വളരെ സിമ്പിൾ, മറ്റേ സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് പോലെ ലോട്ടറിയുടെ റിസൾട്ട് ഞാൻ കണ്ടിട്ട് കേട്ടിട്ട് പറയുന്ന പോലെയാണ്. മാറ്റർ എന്താണെന്ന എല്ലാ ടീച്ചർമാരും എന്താ മാറ്റർ എന്ന് വെച്ചിട്ടാണ് അവര് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക. മാറ്റർ എന്ന് വെച്ചാൽ എന്താ? മാറ്റർ, എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈ സ്പേസ്. ഈ നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ, ഏതൊക്കെ സാധനത്തിനാണോ ഇരിക്കാൻ സ്വന്തമായിട്ട് സ്ഥലം വേണ്ടത്, ഏതൊരു സാധനത്തിനാണോ ഇരിക്കാൻ കുറച്ചോ അധികമോ എത്രയോ ആയിട്ട് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന സാധനത്തിനാണ് മാറ്റർ എന്ന് പറയുക. അപ്പൊ ഞാൻ തമാശ രൂപത്തിൽ പറയും, പ്രേതം ഉണ്ടോ ഇല്ല എന്നൊക്കെ വേറെ കാര്യം. പ്രേതങ്ങളെ മാറ്റർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം പ്രേതങ്ങൾക്ക് ഇരിക്കാൻ എന്ത് വേണ്ട? സ്ഥലം വേണ്ട. അപ്പൊ പ്രേതങ്ങൾ മാറ്റർ അല്ല അല്ലേ? നിങ്ങളുടെ കയ്യിലുള്ള പെന്ന്, ഒബ്വിയസ്ലി നിങ്ങൾ ഇരിക്കുന്ന ചെയർ, ടേബിൾ,
ഇരിക്കാൻ സ്പേസ് വേണ്ട എല്ലാ സാധനങ്ങളെയും നമുക്ക് ചുറ്റുമുള്ളതിനെ വിളിക്കുന്ന പേരാണ് മാറ്റർ. ഞാൻ ഒരിക്കലും ടെക്സ്റ്റിലെ ഓർഡർ അല്ല ഫോളോ ചെയ്യുക. സാർ ഒരു വേറെ ടിപ്പിക്കൽ ഡിഫറൻസ്, അത് നിങ്ങൾക്ക് അറിയും. സാർ എടുക്കുന്ന ടോപ്പിക്കിന്റെ ഡെലിവറി സ്റ്റൈലും ചില ടോപ്പിക്സ് സാർ പിച്ച് ചെയ്യണത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവോ ഇല്ലയെന്നുള്ളത്. യു ക്യാൻ ക്രോസ് ചെക്ക്, യു ക്യാൻ വെരിഫൈ, യു ജസ്റ്റ് വെയിറ്റ്. ഓക്കെ. പിന്നെ ഞാൻ പതുക്കെ സ്ട്രെയിൻ എടുക്കാൻ കാരണം ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് നാളെയും ഒക്കെ നിങ്ങൾക്ക് ഇതേ ക്ലാസ് തരണം എന്ന് ആഗ്രഹമുണ്ട്, ഇതുപോലത്തെ കണ്ടിന്യൂസ് ക്ലാസ്. അപ്പോൾ ഞാൻ ഇന്ന് സ്ട്രെയിൻ എടുത്താൽ മൊത്തത്തിൽ നിങ്ങൾ പെടും. അതുകൊണ്ടാണ് സാറ്, അതാണ് ശബ്ദമൊക്കെ കുറെ പേര് ചാറ്റ് ബോക്സിലുണ്ട് സാറ് സൗണ്ട് മാറി എന്നൊക്കെ. അതൊക്കെ ആർക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നാലും ആർക്ക് വൈറൽ ഫീവർ വന്നാലും ഈ ശബ്ദമൊക്കെ മാറുമെന്നേ. അതൊക്കെ തിരിച്ചു പിടിക്കാം നമുക്ക്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ എന്താണ് മാറ്റർ എന്നാണ് പല ടീച്ചേഴ്സും പറയുക. പിന്നെ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, ആറ്റം, എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആദ്യത്തെ 3-4 പീരീഡ് പോവുക. പക്ഷെ ഇതൊന്നും അല്ല നമുക്ക് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് അറിയേണ്ട അടിപൊളി സംഭവങ്ങളുണ്ട്. നമുക്ക് തലവേദന തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഇതെന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരും. ഇതെന്ന് ചോദ്യം വരാതിരിക്കുകയേ ഇല്ല. ഈ ചാപ്റ്ററിന് ആദ്യമായിട്ട് ഫസ്റ്റ് ഈ ചാപ്റ്ററിന് ചോദ്യം വരുന്നത് ഇവിടെ തൊട്ടിട്ടാണ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഇതാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡില് റോഡില് നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി ഓടിക്കാൻ പറ്റുമോ? റോഡുകളിൽ നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി ഓടിക്കാൻ പറ്റുമോ? നമ്മുടെ ഇഷ്ടത്തിന് റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? നോ. നോ. അയൻ കൃഷ്ണൻ പറയുന്നുണ്ട് നോ എന്ന്. യെസ്, കറക്റ്റ് അല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് വാഹനം ഓടിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ എന്ത് ഫോളോ ചെയ്യണം? There are certain rules, there are certain laws which we need to obey while we are driving our vehicle. ശരിയല്ലേ? നടക്കുന്നതിന് പോലും നിയമമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നടക്കുന്നതിന് പോലും നിയമം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? അതേപോലെ കെമിസ്ട്രി ഈസ് ഫുൾ ഓഫ് റിയാക്ഷൻസ്. കെമിസ്ട്രി ഈസ് ഫുൾ ഓഫ് റിയാക്ഷൻസ്. റിയാക്ഷൻ മീൻസ് ആറ്റംസും എലമെന്റ്സും ഒക്കെ കൂടി ചേർന്ന് പുതിയ സാധനങ്ങൾ ഉണ്ടാവും. റിയാക്ടൻസ് കമ്പൈൻ ടുഗെദർ ടു ഗീവ് പ്രോഡക്ട്സ്. കെമിസ്ട്രി ഈസ് ഫുൾ ഓഫ് റിയാക്ഷൻസ്. റിയാക്ഷൻ മീൻസ് എന്താ പറയുക, കുറച്ച് സാധനങ്ങൾ ചേരുന്നു, പുതിയ സാധനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ചേരുന്ന സാധനങ്ങളെ റിയാക്ടൻസ് എന്നും കിട്ടുന്ന സാധനങ്ങളെ പ്രോഡക്ട്സ് എന്നും പറയും. ആക്ച്വലി ഇതാണ് കെമിസ്ട്രി. ഇവിടെയാണ് നമ്മൾ ബേസ് തുടങ്ങുന്നത്. അപ്പോ ഈ തോന്നിയ ആളുകൾക്ക് തോന്നിയ പോലെ ചേർന്ന് തോന്നിയ പോലെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് ചുറ്റും ഈ സർവേശ്വരൻ ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ച ആ വലിയ ആള്, ആ സുപ്രീം പവർ, ഏതിന്റെ കൂടെ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാവാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് തെറ്റ്. റിയാക്റ്റൻസ് ചേർന്ന് പ്രോഡക്ട്സ് ഉണ്ടാവുന്ന ആ കെമിക്കൽ റിയാക്ഷൻ തോന്നിയ പോലൊന്നും നടക്കില്ല. ഇത് നിയന്ത്രിക്കുന്നത് 5 നിയമങ്ങളാണ്. ആ 5 നിയമങ്ങളെയാണ് ലോസ് ഓഫ് കെമിക്കൽസ് കമ്പൈൻ ചെയ്യുന്നത്, കൂടിച്ചേരുന്നത്, റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ചില നിയമങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ആ നിയമങ്ങൾ നമ്മൾ പഠിക്കണോ വേണ്ടയോ? ഇപ്പൊ നിങ്ങൾ പോസ്റ്റ് ചെയ്യേ, ആ നിയമങ്ങളോട് ഇപ്പൊ ഒരു ബഹുമാനം തോന്നുന്നുണ്ടോ? സാർ ഇപ്പൊ പറഞ്ഞപ്പോ ആ നിയമങ്ങളോട് ഒരു റെസ്പെക്ട് തോന്നുന്നുണ്ടോ? കാരണം ഇവിടുന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങുക. ഈ ചാപ്റ്ററിൽ ടീച്ചേഴ്സ് എടുത്ത മാറ്ററും എലമെന്റും ആറ്റംസും മോളിക്യൂൾസും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ അതൊന്നും ടച്ച് ചെയ്യാനേ പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് എടുത്തോളൂ. ഞാൻ എവിടുന്നാണോ ചോദ്യം വന്ന് തുടങ്ങുന്നത് ആ ഭാഗം തൊട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആപ്ലിക്കേഷൻ ലെവലിലും ഡയറക്റ്റ് ആയിട്ടും ചോദ്യം ചോദിക്കലുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചത് ഈ ടോപ്പിക്കിന്റെ എന്തിന് നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കെമിസ്ട്രി മീൻസ് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് മീൻസ് റിയാക്ടൻസ് കൂടി ചേർന്ന് പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ റിയാക്ടൻസ് കൂടി ചേർന്ന് പ്രോഡക്റ്റ് കിട്ടും എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഏത് റിയാക്ടന്റിനും എങ്ങനെ വേണമെങ്കിലും തോന്നിയ പോലെ ചേർന്ന് തോന്നിയ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് സാർ മാനദണ്ഡം? പിന്നെ എന്താണ് സാർ റൂള്? എന്താണ് സാർ നിയമം? ആ നിയമം പഠിക്കണം. അപ്പൊ ആർ യു റെഡി? എത്ര ലോസ് ആണ് സ്കൂളിൽ ടീച്ചർമാർ പറഞ്ഞു തന്നിരിക്കുന്നത്? ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷന്റെ അണ്ടറിൽ എത്ര ലോസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും? 5 എന്നാണ് എല്ലാവരും ഇടുന്നത്. ആദ്യത്തെ ലോയുടെ പേര് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നാണ്. രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആണ്. മൂന്നാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. നാലാമത്തെ ഗേ-ലൂസാക്സ് ലോ ആണ്. അഞ്ചാമത്തെ അവഗാഡ്രോസ് ലോ. ഇത് ടെൻഷൻ ആവണ്ട, പുതിയ കുട്ടികൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ആദ്യത്തെ ചാപ്റ്ററിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് കെമിക്കൽ റിയാക്ഷൻ
റിയാക്ടൻസ് ചേർന്ന് പ്രോഡക്ട്സ് ഉണ്ടാവുന്ന പ്രോസസ്സ് തോന്നിയ പോലെ നടക്കുന്നതല്ല. നമ്മൾ റോഡിൽ തോന്നിയ പോലെ വാഹനം ഓടിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ നിയമങ്ങൾ അനുസരിക്കണമല്ലോ. യെസ് ഗൗരി, നമ്മൾ നിയമങ്ങൾ അനുസരിക്കണമല്ലോ എന്ന് പറയുന്നത് പോലെ സെർട്ടൻ റൂൾസ് ആണ് എങ്ങനെ റിയാക്ഷനിൽ പങ്കെടുക്കണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ പ്രൊഡക്റ്റ് കിട്ടുന്നുള്ളത് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന ചില നിയമാവലികളുണ്ട്, ലോസ് ഉണ്ട്. ആ ലോസ് ആണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ ടീച്ചർ. KBSലും ക്ലാസ് എടുത്തിട്ടുണ്ടാവും, ഇന്റഗ്രേറ്റഡുകാർക്ക് എടുത്തിട്ടുണ്ടാവും, സ്കൂളിൽ എടുത്തിട്ടുണ്ടാവും. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഈ 5 ലോസും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോ നമുക്ക് എവിടെയാ കൺഫ്യൂഷൻ വരിക എന്നറിയോ എൻ്റെ പൊന്നുമക്കൾക്ക്? ഇതിൽ പലർക്കും എന്താണ് അറ്റോമിക് മാസ് എന്ന് അറിയില്ല. 10ാം ക്ലാസ്സിൽ അറ്റോമിക് നമ്പർ പഠിച്ചിട്ടുണ്ട്, അറ്റോമിക് മാസ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഈ ഓരോ നിയമങ്ങളും വരുമ്പോൾ അവർ ഓരോ റിയാക്ഷൻ എഴുതുമ്പോൾ താഴെ അറ്റോമിക് മാസും യു ഒക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ ടെൻഷനാവും. അപ്പോൾ പ്രത്യേകിച്ച് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ താഴെ ഇക്വേഷൻ വരുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ ടെൻസ്ഡ് ആവും. ഇതാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. അതിനെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ അറ്റോമിക് മാസ് എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അറ്റോമിക് മാസ് പഠിപ്പിച്ചിട്ട് ഈ നിയമങ്ങൾ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അറ്റോമിക് മാസ് പഠിപ്പിച്ചിട്ട് ഈ നിയമങ്ങൾ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ആ റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാകുമായിരുന്നു. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിയമങ്ങൾ കഴിഞ്ഞിട്ടാണ് അറ്റോമിക് മാസ് എന്താണ്, മോൾ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ഭയങ്കര, ചിലവരത് ഗ്രാസ്പ് ചെയ്യും, മറ്റുള്ളവർ സ്ട്രഗിൾ ചെയ്യും. എക്സ്ക്യൂസ് മീ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്നത് വൈറൽ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറാത്തതുകൊണ്ടാണ്. സോ പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് മീ. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളെ നന്നായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഹാസിൽ ഫ്രീ ആയിട്ടാണ് നിങ്ങളെ ലോഞ്ച് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, യെസ്, താങ്ക് യു, ഗുഡ് ഗോയിങ്. യെസ്. അപ്പോ തീർച്ചയായും അറ്റോമിക് നമ്പർ എല്ലാവർക്കും അറിയാവോ? പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് സാർ. കെമിസ്ട്രിയിൽ കുറെ എലമെന്റ്സ് ഉണ്ട്, ഏകദേശം 118ൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്ന ഒരു ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ. ആ പീരിയോഡിക് ടേബിളിൽ ഓരോന്നിനും ഓരോ നമ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1. നമുക്ക് ക്ലാസ്സിൽ റോൾ നമ്പർ പോലെ, ആൽഫബറ്റിക് ഓർഡറിൽ റോൾ നമ്പർ ഉള്ളതുപോലെ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെന്റിനും ഓരോ നമ്പർ ഉണ്ട് സാർ. അതാണ് അറ്റോമിക് നമ്പർ. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സേ യെസ് ഓർ നോ? യെസ്. പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെന്റിനും നമുക്ക് റോൾ നമ്പർ സ്കൂളിൽ ഉള്ളതുപോലെ ഓരോ നമ്പർ ഉണ്ട് സാർ. ആ നമ്പറിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുക. നമ്മുടെ റോൾ നമ്പർ പോലെ ഓരോ എലമെന്റിനും ഓരോ നമ്പർ ഉണ്ട് സാർ. അതാണ് അറ്റോമിക് നമ്പർ. പക്ഷെ അറ്റോമിക് മാസ് വെച്ചിട്ടാണ് സാർ ഒട്ടുമിക്ക റിയാക്ഷൻസ് നടക്കുന്നത്. സാറേ, ഒട്ടുമിക്ക റിയാക്ഷൻസും നടക്കുന്നത് അറ്റോമിക് മാസ് വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് സാർ അറ്റോമിക് മാസ്? ഞാൻ അറ്റോമിക് മാസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു സാധനം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കൾ പറയേ, ആറ്റം നമ്മൾ ചെറിയ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറ്റം ഈ ലോകത്തുള്ള എല്ലാ മാറ്ററും, ഓൾ മാറ്റേഴ്സ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോളസ്റ്റ്, ഏറ്റവും ചെറിയ, ഇൻഡിവിസിബിൾ, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, ഏറ്റവും ചെറിയ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഏറ്റവും ചെറിയ സാധനം കൊണ്ടാണ് ഈ ലോകത്തെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സാധനത്തിന്റെ പേരാണ് ആറ്റം. സേ യെസ് ഓർ നോ? All matters are made up of the smallest indivisible particle called atom. ഏറ്റവും ചെറിയ സാധനമാണ് ആറ്റം. അപ്പോ ആ ഏറ്റവും കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത ഒരു സാധനത്തിന്റെ മാസ് കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അല്ലയോ? പ്ലീസ് പോസ്റ്റ് യെസ്. കിലോഗ്രാമിലും ടണ്ണിലും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സേ യെസ് ഓർ നോ? സാറേ, കിലോഗ്രാമിലും ടണ്ണ് കണക്കിനൊന്നും നമുക്ക് മാസ് പറയാൻ പറ്റില്ല ആറ്റത്തിന്റെ. കാരണം ആറ്റം ഏറ്റവും ചെറിയ സാധനം, മനുഷ്യന്റെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്ര ചെറിയൊരു സാധനമാണ് ആറ്റം. അപ്പൊ അതിന്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് കോംപ്ലിക്കേറ്റഡ്. കോംപ്ലിക്കേറ്റഡ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമാണ് മാസ്. യെസ്. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാര്, സയന്റിസ്റ്റ് എന്ത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്കൊരു ഒരു സ്പെസിഫൈഡ് സാധനം വേണം. ആറ്റം, വി ഓൾ നോ, നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ സാധനം ആറ്റം. ഈവൻ ഹ്യൂമൻ ആയി കൊണ്ട് കാണാൻ പോലും പറ്റില്ല.
മൈക്രോസ്കോപ്പിലൂടെയാണ് ആറ്റംസ് കാണുക എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ചെറിയ സാധനം, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത സാധനത്തിന്റെ മാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ. അതുകൊണ്ട് തന്നെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്താണ് അറ്റോമിക് മാസ് നമുക്ക് നോക്കാം. അപ്പൊ ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ട് ഇങ്ങനെയാണ് ഒരു കൺക്ലൂഷൻ വന്നത്. ഈ കൺക്ലൂഷൻ നിങ്ങൾ ഇത് എവിടെയും കേട്ടിട്ടുണ്ടാവില്ല. പൊന്നു മക്കൾ ശ്രദ്ധിച്ചോ, ഇതാ ഇവിടുന്ന് നിങ്ങളുടെ അറ്റോമിക് മാസ് എന്നുള്ള ക്ലാരിറ്റി ഇതാ ഇപ്പൊ സെറ്റ് ആവും. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. അറ്റോമിക് മാസ് സാറിന് പറയാൻ പോകുന്ന കഥയിൽ ഇപ്പൊ സെറ്റ് ആവും. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പേപ്പർ ഞാൻ കൊണ്ടുവരുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ മാർക്ക്, ഫോർ എക്സാമ്പിൾ 25-ല് 24 ആണെങ്കിലും എൻ്റെ അമ്മ സ്ഥിരം, പുതിയ തലമുറയിലെ പാരൻസ് ചോദിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, എൻ്റെ അമ്മ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട്, ക്ലാസ്സിൽ ടോപ്പർ ആരാ അല്ലെങ്കിൽ ഫസ്റ്റ് മാർക്ക് എത്രയാണെന്ന് ചോദിക്കലുണ്ട്. ഞാൻ പണ്ട് കാലത്ത്, ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പേപ്പർ കൊണ്ടുവരുമ്പോൾ അപ്പൊ എപ്പോഴും എനിക്ക് 3rd റാങ്കോ 2nd റാങ്കോ ആണ് കിട്ടുക. ഫസ്റ്റ് റാങ്ക് ശ്രീനിവാസൻ എന്ന് പറയുന്ന പയ്യനാണ്. അപ്പൊ അമ്മ ഒന്നുകിൽ ചോദിക്കും ഫസ്റ്റ് മാർക്ക് ആർക്കാണെന്നുള്ളത്, അല്ലെങ്കിൽ ചോദിക്കും ശ്രീനിവാസന് എത്ര മാർക്ക് എന്ന്. പിന്നെ ക്രമേണ എപ്പോ പേപ്പർ കിട്ടിയാലും എൻ്റെ അമ്മ, ഇനിയിപ്പോ 25-ൽ 25 ആണെങ്കിൽ എൻ്റെ അമ്മ ചോദിക്കും ശ്രീനിവാസന് എത്രയുണ്ട് എന്നുള്ളത്. സോ എൻ്റെ അമ്മ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശ്രീജിത്തിന്റെ മാർക്ക് ശ്രീനിവാസന്റെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എൻ്റെ അമ്മ ഒരു അസസ്മെന്റിൽ എത്തുന്നത്. ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ ചെയ്ത ആക്ടിവിറ്റിയാണ്. ഇതേപോലെ ആക്ടിവിറ്റി ചെയ്യുന്ന വീടുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് പോസ്റ്റ് യെസ്. ഇപ്പോഴും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ കൊണ്ടുവരുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. അച്ഛൻ അമ്മ ആ ഇമോഷൻ എത്ര വർഷം വന്നാലും അതേ സാധനം, എൻ്റെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടണം, എൻ്റെ കുട്ടി ടോപ്പ് ആവണം എന്നാണല്ലോ എല്ലാവരും വിചാരിക്കുക. യെസ് യെസ് യെസ്. അപ്പോ ഈ അറ്റോമിക് മാസ് കണ്ടുപിടിച്ച ആളുടെ വീട്ടുകാരും ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞു അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ എന്റെ ക്ലാസ്സിലെ ടോപ്പറായ ശ്രീനിവാസനെ പോലെ പീരിയോഡിക് ടേബിളിൽ ഒരു ടോപ്പറെ അന്വേഷിച്ചു പോയി. പീരിയോഡിക് ടേബിളിലെ ടോപ്പർ ബാഹുബലി, ഭയങ്കര ടോപ്പർ. പീരിയോഡിക് ടേബിളിലെ ടോപ്പറാണ് മക്കളെ കാർബൺ. പീരിയോഡിക് ടേബിളിലെ ടോപ്പറാണ് കാർബൺ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അറ്റോമിക് നമ്പർ നിങ്ങളുടെ റോൾ നമ്പർ പോലെ. പക്ഷെ നമുക്ക് വേണ്ടത് മാസാണ്. കാർബണിന്റെ അറ്റോമിക് മാസ് അവർ പല വഴിയിലും കണ്ടുപിടിച്ചിട്ടുണ്ട്, 12 ആണ്. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. പൊന്നുമക്കൾ നോക്ക്, നമ്മുടെ റോൾ നമ്പർ പോലെയാണ് അറ്റോമിക് നമ്പർ, അത് 6 ആണ്. പീരിയോഡിക് ടേബിളിലെ സീരിയൽ നമ്പർ ആണ് അറ്റോമിക് നമ്പർ. ഇത് അറ്റോമിക് മാസ് കാർബണിന്റെ 12 ആണ്. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. അപ്പൊ പീരിയോഡിക് ടേബിളില് എന്റെ ക്ലാസ്സിൽ എപ്പോഴും ടോപ്പറായ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പോലെ പീരിയോഡിക് ടേബിളിൽ പഠിപ്പി എന്ന് പറയുന്നത് കാർബൺ 12 ആണ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോകുമ്പോഴും മറ്റേ എപ്പോഴും ഈ ചങ്ങാതിയെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യാം. ഭ്രാന്താവും നമുക്ക് സ്നേഹവും റെസ്പെക്റ്റ് ഒക്കെ അവനോട് ഉണ്ടെങ്കിലും ചില സമയം, പ്രത്യേകിച്ച് നമുക്ക് ചില സബ്ജക്റ്റിൽ മാർക്ക് കുറയുമ്പോൾ ഈ പഠിപ്പിസ്റ്റിനോടാണ് നമുക്ക് ഏറ്റവും ദേഷ്യം വരിക. ദേഷ്യം വരുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഈ കാർബൺ എന്ന് പറയുന്ന പഠിപ്പിയെ നമുക്ക് ദേഷ്യം വരും. എന്നിട്ട് അവന്റെ മാസം എത്രയാ? 12. അത്രയും കഷ്ണങ്ങളായിട്ട് അവനെ മുറിക്കാൻ നമുക്ക് തോന്നും. എത്ര കഷ്ണങ്ങളായിട്ട്? 6, 7, 8, 9, 10, 11, 12. തമാശക്ക് നമുക്ക് സ്നേഹവും റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട് ക്ലാസ്സിലെ പഠിപ്പിയോട്. എന്നാലും ചില സമയം നമ്മുടെ വീട്ടുകാർ നമ്മളെ മെടഞ്ഞെടുക്കുമ്പോ നമുക്ക് ദേഷ്യം വരും. എത്ര ദേഷ്യം വരും? 12 കടകടകടാന്ന് 12 പീസാക്കി തന്നാൽ ഞാൻ ഇപ്പൊ അവനെ തിന്നുന്ന പറയണ പോലെയാണ് നമുക്ക് തോന്നുക. അതെല്ലാം തമാശയായിട്ട് എടുക്കാവുള്ളേ. അങ്ങനെ 12 ഈ പഠിപ്പിസ്റ്റിനെ, പീരിയോഡിക് ടേബിളിലെ ഏറ്റവും മിടുക്കനായ ഒരു പഠിപ്പിസ്റ്റിനെ 12 പീസാക്കിയിട്ട് അതിലൊരു പീസിനെയാണ് പൊന്നു മക്കളെ പറയുക ഒരു AMU അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ്. ഇന്ന് ഈ സ്റ്റോറി കേട്ട ഒരു കുട്ടി പോലും അറ്റോമിക് മാസ് യൂണിറ്റ് മറക്കില്ല. സാറേ, പീരിയോഡിക് ടേബിളിൽ ഒരു സ്റ്റാൻഡേർഡ് മാസ് സെലക്ട് ചെയ്തു, ഒരു സ്റ്റാൻഡേർഡ് ആള്, മാർക്കിന് പകരം മാസ്, സ്റ്റാൻഡേർഡ് മാർക്ക്. നമ്മുടെ വീട്ടുകാർ കമ്പയർ ചെയ്യണ സ്റ്റാൻഡേർഡ് മാർക്കിന് പകരം വീട്ടുകാർ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മാർക്കിന് പകരം സ്റ്റാൻഡേർഡ് മാസ്. ആ സ്റ്റാൻഡേർഡ് മാസ് കാർബണിന്റെയാണ് എടുത്തത്. കാർബൺ 12 ആണ് കാർബണിന്റെ മാസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദേഷ്യം വരുമ്പോൾ അതിനെ 12 കഷ്ണാക്കാൻ തോന്നും. 12 അവന്റെ മാസ്.
അവന്റെ മാസം 12 ആയതുകൊണ്ട് 12 കഷ്ണാക്കാൻ തോന്നും. അങ്ങനെ 12 ഈക്വൽ പീസ് ആക്കിയിട്ട് അതൊന്നൊരു പീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു AMU അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് എത്ര പേർക്ക് മനസ്സിലായി? സാറേ ഇതായിരുന്നു സംഭവം അല്ലേ? സാറേ ഇതായിരുന്നു 1 AMU അല്ലേ? കാർബൺ 12 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് മാസ് സെലക്ട് ചെയ്ത് അതിനെ 12 കഷ്ണങ്ങളാക്കി അതിൽ നിന്നും ഒരു പീസ് എടുത്താൽ ആ പീസിനെ നമ്മൾ പറയുന്ന പേരാണോ സാർ 1 AMU? ഇതിന് വാല്യൂ ഒക്കെ ഉണ്ട്, 1.6 × 10⁻24 എന്നൊക്കെ ബുക്കിലുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ ടീച്ചേഴ്സ് എടുക്കും. സാർ ഇവിടെ കോൺസെപ്റ്റ് വളരെ പഴം പോലെ ആക്കി തരാനാണ് ശ്രീജിത്ത് സാർ ഇവിടെ നിൽക്കുന്നത്. കോൺസെപ്റ്റ്സ് വളരെ വളരെ സ്മൂത്ത് ആൻഡ് ഹാസൽ ഫ്രീ ആക്കി തരാനാണ് സാർ ഇവിടെ നിൽക്കുന്നത്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ സൂപ്പർ ആക്കി തരണം, വളരെ വളരെ ബ്യൂട്ടിഫുൾ. ഈ ലേണിംഗ് പ്രോസസ്സ് തന്നെ മാറും. എന്റെ സെഷൻസ് കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് തന്നെ മാറും, മൊത്തം പെർസ്പെക്റ്റീവ് മാറും. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ അവനെ 12 കഷ്ണാക്കി 12 പീസാക്കി അതിലൊരു പീസിനെയാണ് ഒരു AMU എന്ന് പറയാ. രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങാതിയെ 12 പീസാക്കി ഒരു പീസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു AMU അല്ലെങ്കിൽ ഒരു U. എന്താ മക്കളെ ഒരു AMU എന്ന് വെച്ചാൽ? കാർബൺ 12 എന്ന് പറയുന്ന സാധനത്തിന്റെ, കാർബൺ 12 ആറ്റം എന്ന് പറയുന്ന സാധനത്തിന്റെ 1/12 12 കഷ്ണായിട്ട് 1/12 ഓഫ് കാർബൺ 12 ആറ്റം അങ്ങനെയുള്ള ഒരു പീസിനെയാണ് നമ്മൾ എന്ത് പറയുക, AMU. ഒരു AMU അല്ലെങ്കിൽ ഒരു U എന്ന് പറയുക. ഇത് എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായാൽ പുട്ട് എ തംസ് അപ്പ്. സാർ വളരെ, സാർക്ക് വയ്യെങ്കിലും സാറിന്റെ ക്ലാസ് ഈ പാട്ട് പാടുന്ന വളരെ സ്മൂത്ത് ആയിട്ട് സാർ കൊണ്ടുപോകും. ഞാൻ റഷ് ഔട്ട് ചെയ്യില്ല. കാരണം റഷ് ഔട്ടിങ് ഒക്കെ സ്കൂളിൽ നടക്കട്ടെ. കാരണം ബേസ് സ്ട്രോങ് ആയ നമ്മളെ പൊളിക്കാൻ ഒരാൾക്കും പറ്റില്ല. അസ്ഥിവാരം സ്ട്രോങ് ആണെങ്കിൽ, ഈ അറ്റോമിക് മാസിനെ കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിൽ ഈ 5 ലോസും പറയാൻ 5 മിനിറ്റ് മതി. അറ്റോമിക് മാസ് എന്ന കോൺസെപ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ, പിന്നെ അറ്റോമിക് മാസ് സ്ട്രോങ് ആയാൽ 5 ലോസും പഠിപ്പിക്കാൻ എനിക്ക് 5 മിനിറ്റ് മതി. നേരെ മറിച്ച് ഇത് അറിയാതെ പോയി 5 ലോസിൽ നിൽക്കുമ്പോൾ നമ്മൾ വേസ്റ്റാ, നമുക്കൊന്നും സാധിക്കില്ല. പീരിയോഡിക് ടേബിളിലെ പഠിപ്പിസ്റ്റായ ഒരു സ്റ്റാൻഡേർഡ് മാസിനെ സെലക്ട് ചെയ്തു. കാർബൺ 12 ആണ് ടോപ്പർ. പഠിപ്പി അവന് നമുക്ക് ദേഷ്യം വരുമ്പോൾ 12 ആണ് അവന്റെ മാസ്. ആ 12 കഷ്ണങ്ങളാക്കി മുറിക്കാൻ തോന്നും. അതിലൊരു കഷ്ണമാണ് ഒരു AMU. ഇനിയാണ് കളി. അപ്പൊ എന്താ 1 AMU ചോദിക്കാറുണ്ട്, 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട്. 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട് എന്താണ് 1 AMU. MCQ നമ്മൾ അറിയണം. 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിന്റെ 1/12. ഇതിൽ എന്താ സീൻ വെച്ചിട്ടുണ്ടെങ്കിൽ, അവനെ മുറിച്ചാലെങ്കിൽ ഇവന്റെ തലവേദന തീരണമല്ലോ. ഇവനെ 12 കഷ്ണങ്ങളാക്കിയാലെങ്കിലും ഇവനെ കൊണ്ടുള്ള കമ്പാരിസണും പുച്ഛവും മാറണമല്ലോ. ഇവിടെ എന്താ സീൻ മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. ഓക്സിജന്റെ അറ്റോമിക് മാസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക 16 U ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. പക്ഷെ അതിന്റെ അറ്റോമിക് മാസ് 16 ആണ്. ഫോർ എക്സാമ്പിൾ നൈട്രജന്റെ അറ്റോമിക് മാസ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന അറിയില്ല, 14 ആണ്. നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. അറിയാലോ അല്ലെ നിങ്ങൾക്ക്? ഇതിന്റെയൊക്കെ അറ്റോമിക് നമ്പർ വേറെ കേട്ടോ. നൈട്രജന്റെ 7 ഓക്സിജന്റെ 8 അറ്റോമിക് നമ്പർ. റോൾ നമ്പർ വേറെ, മാസ് വേറെ. റോൾ നമ്പർ ആണ് അറ്റോമിക് നമ്പർ എന്ന് വിചാരിക്കുക, ഇത് അറ്റോമിക് മാസ്. അപ്പൊ എന്താണ് സാർ ഈ സംഭവങ്ങള്? ഇതിന്റെ മീനിങ്, നീ അവിടെ മുറിച്ചുവല്ലോ, അലുവ മുറിക്കുന്ന പോലെ 12 പീസാക്കിയിട്ട് അതൊന്നും ഒരു പീസ് മാറ്റിയില്ലേ? അങ്ങനത്തെ 16 പീസ് വെക്കുമ്പോഴാണ് ഓക്സിജന്റെ മാസ് കിട്ടുന്നത്. നീ അപ്പോഴേ ആ ചങ്ങാതിയെ ടോപ്പറിനെ വെട്ടിമുറിച്ചിട്ട് ഒരു 12 പീസ് ഒരു പീസ് ഇല്ലേ, അതായത് ഒരു U അല്ലെങ്കിൽ ഒരു AMU, അങ്ങനത്തെ 14 കഷ്ണങ്ങൾ വെക്കുമ്പോഴാണ് നൈട്രജന്റെ മാസ് ആവുന്നത്. കാർബൺ 12U എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അപ്പോഴേ മുറിച്ച് വെച്ച ഒരു പീസ് ഉണ്ടല്ലോ, അതുപോലത്തെ 12 എണ്ണം വെക്കുമ്പോഴാണ് സാർ ഒരു കാർബണിന്റെ അറ്റോമിക് മാസ്, കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിന്റെ മാസ് ആവുക. നോക്കടാ കളി നോക്കടാ. അപ്പൊ ഹൈഡ്രജന്റെ ഒരു U ആണെങ്കിൽ എന്താ അർത്ഥം? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഒരു U എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സാറേ അപ്പോഴേ നമ്മൾ മുറിച്ചില്ലേ, 12 മുറിച്ചിട്ട് ഒരു കഷ്ണത്തിനെ മാറ്റി വെച്ചില്ലേ കമ്പയർ ചെയ്യാൻ. വീട്ടുകാർ ഇപ്പോഴും അത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സാറേ ആ ചങ്ങാതിയെ മുറിച്ച ശേഷവും 12 കഷ്ണങ്ങളാക്കിയിട്ട് ഇപ്പോഴും വീട്ടുകാർ അവനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമുക്ക് ഹൈഡ്രജന്റെ അച്ഛൻ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ പോയി, എന്നിട്ട് മാർക്ക് നോക്കിയിട്ട് ആ ചങ്ങാതിയുടെ ഒരു കഷ്ണം എത്രയാ? 1 U. അപ്പൊ നിനക്ക് അവന്റെ ഒരു കഷ്ണേ ഉള്ളൂ അല്ലേ, കമ്പയർ ചെയ്യണം. നൈട്രജന്റെ അച്ഛൻ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പോയി, നമ്മൾ അപ്പോഴേ 12 കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലൊരു കഷ്ണമാണ് ഒരു U. അങ്ങനത്തെ 14 കഷ്ണം വെച്ചാലുള്ള മാസാണ്, 14 പീസ് വെച്ചാലുള്ള മാസാണ്
നൈട്രജന്റെ. അവിടെ 12 മുറിച്ചുവല്ലോ, ആ 12 പീസിൽ ഒരു പീസ് ഉണ്ടല്ലോ, അതാണ് ഒരു യു. അങ്ങനത്തെ ആ ഒരു പീസ് എടുത്ത് 16 പീസ് വെച്ചാണ് ഓക്സിജന്റെ മാസ് വരിക. സാറേ, ഇപ്പോഴാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞങ്ങൾക്ക് സെറ്റായത്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് റോൾ നമ്പർ പോലത്തെ ഒരു സാധനമാണെന്ന് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട്. അറ്റോമിക് മാസ് ഇവരെന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി, ആ സ്റ്റാൻഡേർഡ് മാസിനെ സെലക്ട് ചെയ്തു, അതിനെ 12 ഈക്വൽ കഷ്ണങ്ങളാക്കി ഒരു കഷ്ണം എടുത്തു. എന്നിട്ട് ഓരോന്നിന്റെയും മാസ്, ഇവന്റെ തൂക്കം, അത് എത്രണ്ണം വെച്ചാലാ കിട്ടുക, ആ ഒറ്റ കട്ട എടുത്ത് എത്രണ്ണം വെച്ചാലാണ് ഇവന്റെ മാസ് ആവുക. അങ്ങനെ ആ സ്റ്റാൻഡേർഡ് മാസിന്റെ 12 കഷ്ണങ്ങളാക്കി ഒരു കഷ്ണം മാറ്റി ഒരു AMU അല്ലെങ്കിൽ ഒരു യു എന്ന് പറഞ്ഞല്ലോ സാർ, അത് എത്രണ്ണം വെച്ചാലാണോ എന്റെ തൂക്കം, അതിനെയാണ് സാർ എന്റെ അറ്റോമിക് മാസ് എന്ന് പറയുക. ഈശ്വര, സെറ്റ്. സാറേ, കോൺസെപ്റ്റ് ക്ലിയർ ആയി? സാറേ, കോൺസെപ്റ്റ് ക്ലിയർ ആയി? ഇസ് ഇറ്റ് ക്ലിയർ ഓർ നോട്ട്? ഹൗ മെനി ഓഫ് യു ഗോട്ട് ഐഡിയ അബൌട്ട് അറ്റോമിക് മാസ്? ഈശ്വര, ഇത് നമ്മള് ടെക്സ്റ്റും തുറന്ന് അറ്റോമിക് മാസ് എന്താണ്? ഇറ്റ് ഈസ് 1/12th മാസ് ഓഫ് കാർബൺ 12 ആറ്റം. പിന്നെ എങ്ങനെയാണ് നൈട്രജന്റെ 14 യു ആയത്? ഇതൊന്നും ഈ സാധനത്തിലേക്കേ വരില്ല. ഇതൊക്കെ വരണ്ടേ സംഭവം. അറ്റോമിക് മാസ് അറിയാത്തൊരു കുട്ടി +1 പിന്നെ കെമിസ്ട്രി എന്തിനാ പഠിക്കുന്നേ? നോ യൂസ്. അതുപോലെ രാമാനുജൻ, ഫഹീം, നിങ്ങൾക്ക് നാളെയും മറ്റന്നാളൊക്കെ കെമിസ്ട്രി റിവിഷൻ പ്രസന്റേഷൻ തരും. സാർ ഓക്കെ ആയതും നോക്കട്ടെ. ഫിസിക്സിന്റെ എക്സാം ആകുമ്പോഴേക്കും സാർ ഒന്ന് ഓക്കെ ആവാൻ പറ്റുമോ നോക്കാം. ഫിസിക്സ് ടീച്ചറും റിവിഷൻസ് തരുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക്? ക്ലിയർ ആയോ മക്കളെ? യെസ്. അപ്പോ സാർ ലാസ്റ്റ് ഒന്നുകൂടി പറയാം. അറ്റോമിക് മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈശ്വര, അറ്റോമിക് മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ അറ്റോമിക് മാസ് ഊരിത്തിരിഞ്ഞത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ആറ്റം എന്ന് വെച്ചാൽ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ സാധനമാണെന്നും, ഹ്യൂമൻ ആയിക്കൊണ്ട് നേരിട്ട് നേക്കഡ് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ സാധനമാണ് ആറ്റം എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആറ്റത്തിന്റെ മാസ് തൂക്കം കണ്ടുപിടിക്കാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്ത കഷ്ടമാണ് സാർ, അത് എളുപ്പമല്ല സാർ. അപ്പോ ആളുകൾ ഒന്നിച്ചു കൂടി ഒരു ഐഡിയ ഉണ്ടാക്കി ഒരു സ്റ്റാൻഡേർഡ് മാസ് സെലക്ട് ചെയ്യണം. അപ്പൊ ആരെ സെലക്ട് ചെയ്യും സ്റ്റാൻഡേർഡ് മാസ്? അങ്ങനെ നോക്കുമ്പോഴാണ് പീരിയോഡിക് ടേബിളിൽ കാർബൺ എന്ന് പറഞ്ഞ ഒരു പഠിപ്പിസ്റ്റിന്റെ ശ്രദ്ധ കിട്ടിയത്. ആ പഠിപ്പിസ്റ്റിനെ ഇവരിങ്ങോട്ട് തൂക്കി. കാർബൺ 12 എന്ന് പറയുന്ന പഠിപ്പിസ്റ്റിനെ ഇങ്ങോട്ട് എടുത്തു. ഒരു സ്റ്റാൻഡേർഡ് വേണം. ആറ്റം എന്ന് പറയുന്ന കണ്ണിൽ പോലും കാണാത്ത ഒരു സാധനത്തിന്റെ മാസ് കണ്ടുപിടിക്കാൻ ഒരു ഈസിയസ്റ്റ് വേ വേണം. അതിന് പീരിയോഡിക് ടേബിളിൽ ഏതെങ്കിലും ഒരുത്തനെ ബലിദാനം ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്തൊരു പഠിപ്പിയാണ് കാർബൺ 12. കാർബൺ 12 എന്ന് പറയുന്ന ആളെ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ട്, നമ്മുടെ വീട്ടുകാർ പഠിപ്പികളുടെ മാർക്കുമായിട്ട് നമ്മുടെ മാർക്ക് കമ്പയർ ചെയ്യണത് പോലെ കാർബൺ 12 എന്ന് പറയുന്ന ആളെ ഇങ്ങോട്ട് സ്റ്റാൻഡേർഡ് റെഫറൻസ് ആക്കി എടുത്ത് 12 ഈക്വൽ പീസാക്കി. കാർബൺ 12 എന്ന് പറയുന്ന സാധനത്തിനെ എടുത്ത് 12 തുല്യ കഷ്ണങ്ങളാക്കി, പീസസ് ആക്കിയിട്ട് അതൊന്നൊരു പീസിനെയാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് 1 AMU എന്ന് പറയും, അല്ലെങ്കിൽ 1 യൂണിഫൈഡ് മാസ് എന്നും പറയും ആ ഒരു പീസിനെ. ഇനി എന്തിനാണ് സാർ ഇത് ഒരു പീസാക്കി? കാർബണിനെ എടുത്ത് 12 പീസാക്കിയിട്ട് അതൊന്നൊരു പീസ് എടുത്ത് എന്തിനാ സാറ് കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇനി എന്റെ മുമ്പിൽ ആര് വന്നാലും ഇങ്ങനത്തെ എത്ര പീസ് വെച്ചാലാണോ അവന്റെ വെയിറ്റ് വരിക, അതാണ് അവന്റെ അറ്റോമിക് മാസ്. ഉദാഹരണത്തിന് കാർബൺ എന്ന് പറയുന്ന കാർബൺ 12നെ 12 കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്നൊരു പീസ് എടുത്ത് ഞാൻ ഈ കയ്യിൽ വെച്ചിട്ടുണ്ട്. കുറെ പീസ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു പീസ് ഇപ്പൊ നൈട്രജൻ എന്റെ മുന്നിലേക്ക് വരുമ്പോൾ നൈട്രജന്റെ മാസ് ഇങ്ങനത്തെ എത്ര പീസ് വെച്ചാലാണ് കിട്ടുക നോക്കും. 14 പീസ് വെക്കുമ്പോഴേ നൈട്രജന്റെ മാസ് സെറ്റ് ആവുള്ളൂ. അപ്പൊ നൈട്രജന്റെ അറ്റോമിക് മാസ് എത്രയായി? 14 ആയി. 22 പീസ് വെക്കുമ്പോഴാണ് ചിലപ്പോൾ സോഡിയം സെറ്റ് ആവുക. 23 സോഡിയം സെറ്റ് ആവുക. അപ്പൊ സോഡിയത്തിന്റെ ഈ മുറിച്ചെടുത്ത 12 കഷ്ണങ്ങളിലെ ഒരു പീസാണ് ഒരു സ്റ്റാൻഡേർഡ്. അങ്ങനത്തെ എത്ര എണ്ണം വെച്ചാലാണ് ഇയാളുടെ മാസ് ആവുക, അതാണ് അതിന്റെ അറ്റോമിക് മാസ്. സാറേ, ഇപ്പോ കോൺസെപ്റ്റ് ക്ലിയർ ആയി. എന്നാൽ വേഗം നമുക്ക് ലോസിലേക്ക് പോവാം. 5 ലോസ് വേഗം തീർത്തേരാം, സ്പീഡ് തീർത്തേരാം. ഞാൻ ഇത്ര പോലും എനർജി എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഹോപ്പ് സോ ഫാർ സോ ഗുഡ്, റൈറ്റ്? സോ ഫാർ സോ ഗുഡ്. ഏറ്റവും കീറാമുട്ടി സാധനമാണ് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്ത് പിച്ച് ചെയ്തത് ഈ ചാപ്റ്ററിൽ. നിങ്ങൾക്ക് എവിടെയൊക്കെ തലവേദന വരാൻ സാധ്യതയുണ്ടോ ആ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക. നാളെയും എന്റെ ഹെൽത്ത് അനുവദിക്കുകയാണെങ്കിൽ എംപെരിക്കൽ ഫോർമുല, ലിമിറ്റിംഗ് റിയേജന്റ്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒക്കെ എടുത്തു തരാം. ഇന്നിപ്പോ വേഗം ലോസ് തീർക്കാം നമുക്ക്. സെറ്റായോ? ഇനി ലോസിന് റെഡിയായോ? യെസ്. എന്താണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ?
എന്താണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ? സാറേ, കെമിസ്ട്രി എന്ന് വെച്ചാൽ ഫുൾ ഓഫ് റിയാക്ഷൻസ് ആണ്. റിയാക്ഷൻ എന്ന് വെച്ചാൽ റിയാക്ടൻസ് കൂടി ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ഈ റിയാക്ടൻസ് തോന്നിയ പോലെ ചേരാൻ പറ്റില്ല. അതിനൊക്കെ ചേട്ടൻ ലോസ് ഉണ്ട്. ആ നിയമങ്ങളാണ് 5 നിയമങ്ങളുണ്ട്. 5 നിയമങ്ങളെയാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുക. അതിൽ ഒന്നാമത്തെ നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇതാരാ കണ്ടുപിടിച്ചതെന്ന് അറിയോ? സത്യമായിട്ടും ഞാനല്ല. ഇതാരാ കണ്ടുപിടിച്ചേ? ചിലപ്പോൾ MCQന് അതൊക്കെ ചോദിക്കേ. സ്വാഭാവികം. CBSE പിള്ളേർ പ്രത്യേകം ശ്രദ്ധിക്കണം. MCQന് ചിലപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരാ? ലാവോയ്സിയർ. ലാവോയ്സിയർ. എത്ര പേര് എഗ്രി ചെയ്യണു? എത്ര പേര് എന്റെ കൂടെ എഗ്രി ചെയ്യണു? സാറേ, 5 ലോസ് ഉണ്ട്. 5 നിയമങ്ങളാണ് ഈ റിയാക്ഷനെ നിയന്ത്രിക്കുന്നത്. ഈ റിയാക്ടൻസ് ചേർന്ന് പ്രൊഡക്റ്റ് ഉണ്ടാവണു എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷനെ നിയന്ത്രിക്കുന്നത് 5 നിയമങ്ങളാണ്. അതിൽ ഒന്നാമത്തെ നിയമമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഒരു മിനിറ്റ്. കേൾക്കുന്നുണ്ടോ? സാറ് പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? Could you hear me? Could you hear me? ഞാൻ എല്ലാവരുടെയും ഇൻവേർട്ടർ കണക്ഷൻ സെറ്റ് ആക്കി. ഐ ക്യാൻ ഹിയർ യു. കുഡ് യു സീ മീ? എന്നെ കാണാനും സാധിക്കുന്നുണ്ടോ? യെസ്, യെസ്. ഞാൻ സാധാരണ വീട്ടിൽ സ്റ്റുഡിയോന്ന് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാം ഇൻവേർട്ടർ ബാക്കപ്പാ. ഓരോന്നിനും സെപ്പറേറ്റാ. അപ്പൊ പവർ ഷട്ട് ഡൗൺ ആയാലും ചെറിയ മിഷാപ്പ് വരും. അപ്പൊ തന്നെ നമ്മൾ വേഗം റിക്കർ ആവുന്നുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. യെസ്, വിനായക് നായർ. യെസ്, ലിസൺ ഹിയർ. ലിസൺ. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന നിങ്ങളെ ഇത് നാളത്തെ സ്കൂളത്തെ ഒരു എക്സാമോ മറ്റന്നാളത്തെ സ്കൂളത്തെ ഒരു എക്സാമോ മനസ്സിൽ കണ്ടുകൊണ്ട് സയൻസ് പഠിക്കാൻ ഇറങ്ങണ്ട. നോളജ് ആണ് ബേസ്. നോളജ് കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷയെല്ലാം പപ്പടം പോലെ പൊട്ടിച്ച് ചവിട്ടി വലിച്ചെറിയാൻ പറ്റും. നിങ്ങളുടെ ക്ലാസ് റൂമിലും നിങ്ങളുടെ സ്കൂളിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ദിവസങ്ങൾ എടുത്ത് സാറന്മാരും ടീച്ചർമാരും എടുത്ത ടോപ്പിക്കാണ് സാറി വളരെ പാൽപ്പായസം പോലെ കോരി നിങ്ങളുടെ ചുണ്ടിലേക്ക് വെച്ച് തരുന്നത്. നമ്മളിന്ന് തുടങ്ങി വെച്ചുല്ലോ. എന്റെ ആരോഗ്യം ഒന്ന് റിക്കവർ ആയത് നമ്മൾ ഫുൾ സ്വിങ്ങിൽ പോവും. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ഹോളിഡേസ് കിട്ടും. ഒക്കെ സാറ് ഇങ്ങനെ സെഷൻ വെക്കാം. അപ്പൊ ഈ കിട്ടുന്നത് ആസ്വദിക്കുക. യു ജസ്റ്റ് എൻജോയ് ലേണിംഗ്. എഗ്രീഡ് ഓർ നോട്ട്? കാരണം നമ്മൾ പേടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ടോപ്പിക്സ് ആണ് സാർ എടുത്ത് ഒന്നുമില്ലാതാക്കുക. സാർ അവന്റെ സ്ഥലത്ത് പോയിട്ട് അവനെ ചവിട്ടും. കാർബൺ 12 വെട്ടി പീസാക്കിയ പോലെ. ക്ലിയർ സ്റ്റുഡൻസ്? യെസ്, ഗുഡ് ഗോയിങ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ലാവോയ്സർ ആണ്. മാസ്. ഞാനൊരു എത്ര പേർക്ക് ഇതിൽ ചിക്കൻ ബിരിയാണി വെജാണ്? കുറെ പേര് വെജാണ്. വെജുകാര് കൈൻഡ്ലി എക്സ്ക്യൂസ് മീ. എത്ര പേർക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്? ചിക്കൻ ബിരിയാണി എത്ര പേർക്ക് ഇഷ്ടമാണ്? പ്ലീസ് പോസ്റ്റ് യെസ്. പ്ലീസ് പോസ്റ്റ് യെസ്. 1 കിലോ. ഞാൻ വെജാണ്. വെജുകാര് ഞാൻ ഉൾപ്പെടെയുള്ള വെജുകാരെ എക്സ്ക്യൂസ് ചെയ്യും. ഓക്കെ, പോട്ടെ. ഇതിന് ഉദാഹരണം വേണമല്ലോ. യെസ്. 1 കിലോ ബിരിയാണി അരിയും 1/2 കിലോ ചിക്കനും വാങ്ങിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കിയാൽ എത്ര കിലോ ബിരിയാണി കിട്ടും? മൈ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. 1 കിലോ ബിരിയാണി അരി 1/2 കിലോ ചിക്കൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കിയാൽ എത്ര കിലോ ബിരിയാണി കിട്ടും? ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. 1.5 kg ബിരിയാണി. എക്സാക്ട്ലി ആരതി, എക്സാക്ട്ലി. ഇത്രയേ ഉള്ളൂ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എത്ര റിയാക്ടൻസ് ചേർന്നുവോ അത്രയും തന്നെ പ്രോഡക്ട്സ് കിട്ടും. നീ ഇനി ചിക്കൻ 1 കിലോ ഇടുന്നെങ്കിൽ 1 കിലോ അരിയും 1 കിലോ ചിക്കനും ഇട്ടാൽ 2 കിലോന്റെ ബിരിയാണി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. സാർ, എന്താണ് സാർ ഇതിന്റെ അഡ്വാൻറ്റേജ്? എന്താണ്? അത്രയേ ഉള്ളൂ. കാരണം ഭീമ ജ്വല്ലേഴ്സിന്റെ പരസ്യത്തിൽ പറയണ പോലെ വിലയിലോ തൂക്കത്തിലോ ഒരു മാറ്റവും വരില്ല. എത്ര റിയാക്ടൻസ് എടുത്തുവോ അത്രയും തന്നെ പ്രോഡക്ട്സ് കിട്ടും. വാട്ട് എവർ മാസ് യു ഹാവ് ടേക്കൺ ഫോർ റിയാക്ടൻസ്, അത്രയും തന്നെ ദാറ്റ് മച്ച് ഓഫ് പ്രോഡക്ട്സ് യു വിൽ ഗെറ്റ്. ദാറ്റ് മച്ച് ഓഫ് മാസ് ഓഫ് പ്രോഡക്ട്സ് യു വിൽ ഗെറ്റ്. സിമ്പിൾ അല്ലേ? ഇതാണ് കൺസർവേഷൻ ഓഫ് മാസ്. എത്ര പഠിച്ചോ അത്ര മാർക്ക് കിട്ടുന്ന വീട്ടുകാർ പറയില്ലേ? അതുപോലെ എത്ര റിയാക്ടൻസ് എടുത്തുവോ അത്രയും തന്നെ പ്രോഡക്ട്സ് കിട്ടും. കുറയൂല്ല, കൂടൂല്ല.
കുറയൂല്ല കൂടൂല്ല. നോ മോഡറേഷൻ, നോ ഗ്രേസ് മാർക്ക്, നോ NSSന്റെ മാർക്ക് ഒന്നുമില്ല അവിടെ. ആ നിയമത്തിൽ, കെമിക്കൽ റിയാക്ഷന്റെ നിയമത്തിൽ മോഡറേഷനും ഗ്രേസും NCC NSSന്റെ മോഡറേഷൻ മാർക്ക് ഒന്നുമില്ല. എത്രയുണ്ടോ അത്, എത്ര എടുത്തോ അത്ര കിട്ടും. ഇതിനെയാണ് ലാവോയിസർ പറഞ്ഞത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇസ് ഇറ്റ് സൂപ്പർ ഓർ നോട്ട്? ഇസ് ഇറ്റ് സൂപ്പർ ഓർ നോട്ട്? പ്ലീസ് ടെൽ മീ. Hello, mic testing. Hello, are you there, students? Yes, of course. ഇനി ഒരാളും മറക്കില്ല ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഒരാളും മറക്കില്ല. ചിക്കൻ ബിരിയാണി ആലോചിക്കും. ശ്രീ സാർ പറഞ്ഞിട്ടുണ്ട് 1 കിലോ ബിരിയാണി അരിയും 1/2 കിലോ ചിക്കനും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.5 കിലോ ബിരിയാണി കിട്ടും. ഇനി വെജിറ്റേറിയൻകാർക്ക് ഇനി അമ്മ ഉപ്മാവ് ഉണ്ടാക്കണമെങ്കിൽ മക്കളെ 1/2 കിലോ റവ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1/2 കിലോ ഉപ്മാവ് കിട്ടും. ഇനി 1/2 കിലോ റവയും ഒരു 1/4 കിലോ വെജിറ്റബിൾസ് ഇട്ടുണ്ടെങ്കിൽ 3/4 കിലോന്റെ ഉപ്മാവ് കിട്ടും. എത്രയാണോ മാസ് ഓഫ് റിയാക്ടൻസ് എടുത്തത് അത്രയും തന്നെ മാസ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, നോട്ട്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ചിക്കൻ കടയിൽ നിന്ന് ചിക്കൻ വാങ്ങുമ്പോൾ അതിന്റെ പേര് ചിക്കൻ. ബിരിയാണി അരി വാങ്ങുന്ന കടയിൽ നിന്ന് അരി വാങ്ങുമ്പോൾ അത് ബിരിയാണി അരി. രണ്ടും കൂടി മിക്സ് ആയി കഴിയുമ്പോൾ അതിന്റെ പേര് മാറി ഇറ്റ് ഈസ് ചിക്കൻ ബിരിയാണി. അത് ചിക്കനും അല്ല അരിയും അല്ല. ദാറ്റ് ഈസ് കോൾഡ് ആസ് ചിക്കൻ ബിരിയാണി. അതിന്റെ അർത്ഥം എന്താ? ഒരു സാധനത്തിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ആക്കാം. ഈ പച്ച ഇറച്ചിയും അരിയും ബിരിയാണി എന്ന് പറയുന്ന പുതിയ രൂപത്തിലേക്ക് മാറ്റാം. അല്ലാതെ ബിരിയാണിയെ ആകാശത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. എവിടുന്നും ഇല്ലാത്ത അവിടുന്ന് ശൂന്യതയിൽ നിന്ന് ബിരിയാണി കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ എത്ര റിയാക്ടൻസ് എടുത്തോ അത്രയും പ്രൊഡക്ട്സ് കിട്ടും. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, പുതിയതായിട്ടൊരു സാധനം ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ഒരു സാധനത്തിനെ വേറൊരു സാധനത്തേക്ക് മാറ്റാനേ പറ്റുള്ളൂ. വൺ ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ. ഇനി ഇതിൽ ആർക്കെങ്കിലും ഇനി ഡൗട്ട് വരുമോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, പ്ലീസ് ടെൽ മീ. Is there any confusion regarding this, my dear students? Is there any confusion? Please tell me. No doubts. Yes, Sana Fatima. Kalaki. Good going. Example. Example എഴുതാ. കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ദാ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇതിന്റെയൊക്കെ അറ്റോമിക് മാസ് നമ്മൾ അപ്ലൈ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇതിന്റെ മാത്രമെങ്കിലും അറിയണം. പീരിയോഡിക് ടേബിളില് നമ്മുടെ പിള്ളേരുടെ പ്രശ്നം എന്താ അറിയോ? സാറ് പറഞ്ഞു കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണെന്ന്, നൈട്രജന്റെ 14 ആണെന്ന് പറഞ്ഞു, ഹൈഡ്രജന്റെ 1 ആണെന്ന് പറഞ്ഞു, ഓക്സിജന്റെ 16 ആണെന്ന് പറഞ്ഞു. പീരിയോഡിക് ടേബിളിൽ 118 കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. അതിന്റെ ഒന്നും അറ്റോമിക് മാസ് എനിക്ക് അറിയില്ലല്ലോ. അറിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതറിയാൻ വേറെ എവിടെ അമേരിക്കയിൽ പോയി പഠിക്കാൻ പറ്റും? പൊട്ടന്മാരെ, പീരിയോഡിക് ടേബിളിലുള്ള എല്ലാ എലമെന്റ്സ് ഒന്നും പഠിച്ചിട്ടൊന്നും നമുക്ക് കെമിസ്ട്രി മുന്നോട്ട് പോകാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഈ 4 എങ്കിലും മനസ്സിലാക്കിയാൽ ഇവിടെയുള്ള എല്ലാ റിയാക്ഷൻസും നമുക്ക് എഴുതാൻ പറ്റും. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? സാറ് നിങ്ങളെ റെഫർ ചെയ്യണു. ഈ 4 അറ്റോമിക് മാസ് എങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് അറ്റോമിക് നമ്പർ അല്ല, അറ്റോമിക് മാസ്. 118 എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് പഠിച്ചിട്ടൊന്നും നമുക്ക് സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് മിത്താണ്, വെറുതെ മിത്ത്. നിന്നെ പഠിപ്പിച്ച ടീച്ചർക്ക് ചോദിക്കുക, അവർക്ക് അറ്റോമിക് മാസ് 118 എലമെന്റ്സിന്റെ ഒന്നും ബൈഹേർട്ട് പറ്റില്ല. നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഇതാണ് മലയാളി കുട്ടികളെ. വെറുതെ പറ്റാത്ത സാധനങ്ങൾ ആലോചിച്ചിട്ട് ഇവർ മാനസികമായിട്ട് ഒന്നും പഠിക്കാതിരിക്കും. അപ്പൊ ഈ 4 എങ്കിലും അറിഞ്ഞു വെക്കുക. നമുക്കൊരു റിയാക്ഷൻ നോക്കാം. കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ നോക്കണം മക്കളെ. കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ? 12. എത്രയാ? 12U. അപ്പൊ എടുത്ത് ഒരു കാർബൺ 12U. വെരി ഗുഡ്. ഒരു ഓക്സിജന്റെ എത്രയാ? നോക്കടാ. ഒരു ഓക്സിജന്റെ 16. ഒരു ഓക്സിജന്റെ എത്രയാ? 16. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉള്ളത് കൊണ്ട് 2 × 16 = 32U. അപ്പൊ ഇതാണ് റിയാക്ടൻസ്. ലെഫ്റ്റ് സൈഡ് എപ്പോഴും നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആരോ മാർക്കിന്റെ ഇടതുവശത്തുള്ളതാണ് റിയാക്ടൻസ്. അപ്പൊ ഇവിടെ റിയാക്ടൻസിന്റെ മാസ് ഒന്ന് ആഡ് ചെയ്തേ. 32ഉം 12ഉം 32 + 12 44. ആം ഐ റൈറ്റ് ഓർ നോട്ട്? ഇതാണ് റിയാക്ടൻസിന്റെ അറ്റോമിക് മാസ്. ആം ഐ റൈറ്റ്? യെസ് ആർദ്ര, വെരി ഗുഡ്. ഇനി പ്രോഡക്ട്സ് നോക്കിയേ. പ്രോഡക്റ്റ് എന്താണ്? കാർബൺ ഡയോക്സൈഡ്. ഇവിടെ കാർബണിന്റെ എത്രയാ? ഒരു കാർബൺ എന്ന് പറയുമ്പോൾ എത്രയാ പറഞ്ഞേ? ഒരു കാർബൺ എന്ന് പറയുമ്പോൾ 12 ആണ് മാസ്. 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 × 16 32 ആണ്. അപ്പോ 44. അപ്പൊ എത്ര എടുത്തോ അത്ര തന്നെ കിട്ടും സാർ. എത്ര എടുത്തോ
എത്ര ബിരിയാണി, എത്ര ചിക്കനും എത്ര അരിയും എടുത്തോ അത്രയും തന്നെ ചിക്കൻ ബിരിയാണി കിട്ടും സാർ. 44 വെച്ചാൽ 44 കിട്ടും, 50 വെച്ചാൽ 50 കിട്ടും. ഇസ് ഇറ്റ് സൂപ്പർ ഓർ നോട്ട്? ഇതൊന്നും അറിയാതെ ഈ ലോ മനസ്സിലായാലും പെട്ടെന്ന് റിയാക്ഷൻ നോക്കണ ഒരു കുട്ടി അറ്റോമിക് മാസ് അറിയില്ലെങ്കിൽ വായും പൊളിച്ചിരിക്കും. ഇത് പഠിപ്പിച്ചുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ പാവപ്പെട്ട ആളാണ്, പാവപ്പെട്ട ആൾ പറഞ്ഞ പൈസ കൊണ്ടല്ല, വിവരം കൊണ്ട് ഞാൻ പാവപ്പെട്ട ആളാണെന്ന് വിചാരിച്ചിട്ട് ജന്മത്തിൽ ഇത് പഠിക്കാതെ പോകും. ഇസ് ഇറ്റ് സൂപ്പർ ഓർ നോട്ട്? ഇനി ഈ നിയമത്തിന് ആരെങ്കിലും പേടിക്കോ? ഇന്ന് സാറിന്റെ സെഷനിൽ ഇരുന്ന് ആരെങ്കിലും ഈ നിയമത്തിനെ പേടിക്കോ? പ്ലീസ് സേ. ഇനി ഈ ലോ ആരെങ്കിലും പേടിക്കോ ഈ കൂട്ടത്തില്? നോ, നോ, നെവർ സർ. യെസ് വിനിഷ. നോ, 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 നോ. സാറിന്റെ ഒരു 10 സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ വേറെ ലെവലാവും. സബ്ജക്റ്റിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. ഇപ്പൊ എല്ലാവരും നിങ്ങളെ പേടിപ്പിച്ച് വിടും. ഇങ്ങനെ പഠിച്ചാലേ എൻട്രൻസ് ഒക്കെ കിട്ടുള്ളൂ. ബേസ് സ്ട്രോങ് ആയിരിക്കണം. ഐ നോ വെരി വെൽ നിങ്ങൾ എന്ത് ചിന്തിക്കണു, എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നതെന്ന് എല്ലാം സാർക്ക് അറിയാം. ബേസ് എവിടെ മിസ്സാവണമെന്ന് എല്ലാം അറിയാം. ഓക്കെ, യെസ്. ഷാൾ വി മൂവ്? ഷാൾ വി മൂവ്? യെസ്. അപ്പൊ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായതാണ് നരസിംഹ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ലോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ലാവോയ്സ് തീർന്നു. രണ്ടാമത്തെ ലോയുടെ പേരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. പ്രപ്പോർഷൻ പറഞ്ഞാൽ റേഷ്യോ നമുക്കറിയാം. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എന്ന അർത്ഥം. ഡെഫിനിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഫിക്സഡ്, തീർച്ച. നമ്മൾ ചില കടകളിലൊക്കെ പോയാലേ, ജ്വല്ലറി പോയിട്ടേ കുറച്ചും കൂടി ഞങ്ങൾക്ക് സ്വർണത്തിന്റെ വില കുറയ്ക്കാൻ പറ്റുമെന്ന് പറയും. ഇല്ല, അത് ഗവൺമെന്റ് ഫിക്സ് ചെയ്ത ഒരു പവനെന്ന് എത്രയാണോ വില, പണിക്കൂലിയിൽ കുറയ്ക്കുണ്ടാവും, ഫിക്സഡ് അല്ലാതെ സ്വർണത്തിന്റെ വില ഫിക്സഡ് ആണ്. അത് ഫിക്സഡ് ആണ്, മാറ്റാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഫിക്സഡ് ആണ്. അത് ഡെഫിനിറ്റ് ആണ്. ഡെഫിനിറ്റ് മീൻസ് ഫിക്സഡ് എന്നാണ്. ഡെഫിനിറ്റ് മീൻസ് ഫിക്സഡ്. ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർ ആളാണ് ഈ നിയമം കണ്ടുപിടിച്ചത്. പ്രൗസ്റ്റ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരാം കേട്ടോ. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ തന്നാലൊന്നും ഈ സാധനം പോകില്ല. ഞാൻ ഈ വയ്യാത്ത അസുഖം വെച്ച് ഞാൻ സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഈ നോട്ട് ഡിക്റ്റേറ്റിംഗ് ഒന്നും നടക്കില്ല. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ഇല്ലാത്തവർക്ക് ഞാൻ അയച്ചു തരാം, സോഫ്റ്റ് കോപ്പി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമുക്കിപ്പോ ചെടേന്ന് പഠിക്കണം. റെഡിയാണോ? ആർ യു റെഡി? ഹലോ, ആർ യു റെഡി? ഞാൻ അരമണിക്കൂറേ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്. നമ്മൾ നീങ്ങണുണ്ട്, കുഴപ്പമില്ല. കാരണം ഈ കീറാമുട്ടി സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഇത് നോക്കേണ്ട ആവശ്യമേ വരില്ല. ഇങ്ങനെ പഠിക്കണ ഒരാൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. ഒരു ദിവസം ടീച്ചർ ലീവ് എടുത്തിട്ട് ഇതൊന്ന് പറയണ മക്കളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, ക്ലാസ് വൃത്തിക്ക് എടുക്കാൻ പറ്റും. നമ്മളതിൽ എക്സ്പെർട്ടൈസ്ഡ് ആവും, നമ്മളതിൽ സൂപ്പർ ആവും. വി വിൽ ബിക്കം എക്സ്പെർട്ടൈസ്ഡ് ഇൻ ദിസ് ടോപ്പിക്. അതാണ് അതിന്റെ പ്രത്യേകത. വി വിൽ ബിക്കം എക്സ്പെർട്ടൈസ്ഡ് ഇൻ ദിസ് ടോപ്പിക്. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഡെഫിനിറ്റ് എന്ന് വെച്ചാൽ ഫിക്സഡ് എന്നാണ്. വെള്ളം. വാട്ടർ. ഞാന് എന്റെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തു. ആ വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താ? പ്രപ്പോർഷൻ എന്തായിരിക്കും വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല? H2O. എന്റെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഒരു കുപ്പിയിൽ നിറച്ചു. എന്നിട്ട് ഞാൻ എന്റെ മക്കളോട് ചോദിക്കുന്നത് എന്താ അതിന്റെ കെമിക്കൽ ഫോർമുല? ദേ വിൽ സേ ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് H2O. ഇനി ഞാൻ ഞങ്ങളുടെ അമ്പലക്കുളത്തുനിന്ന് വെള്ളം എടുത്തു. അമ്പലക്കുളത്തുനിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് എന്റെ മക്കളോട് ചോദിക്കുന്നത് എന്താ അതിന്റെ ഫോർമുല? അവര് പറയും H2O. ഇനി ബോർവെല്ലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു ഒരു ബോട്ടിലിൽ, എന്താ ഫോർമുല എന്ന് ചോദിച്ചാൽ the formula is H2O. എന്ത് ക്ലാരിറ്റിയാ മോളെ കുറയുന്നേ? ഓക്കെ അല്ലേ? ക്ലാരിറ്റി കുറയണ്ടെന്ന് ഒരാൾ മെസ്സേജ് ഇട്ടുണ്ട്. ക്ലാരിറ്റി ഓക്കെ അല്ലേ? ക്ലാരിറ്റി ഓക്കെ അല്ലേ?
ഇസ് എവറിത്തിങ് ഫൈൻ മൈ ഡിയർ സ്റ്റുഡൻസ്? എനിക്കിവിടെ സ്റ്റുഡിയോ ഉണ്ട്, ഫ്രണ്ടിൽ TV ഉണ്ട്, ഫ്രണ്ടിൽ വലിയ മോണിറ്റേഴ്സ് ഉണ്ട്. ഐ കുഡ് സീ മൈസെൽഫ്. നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണണം അതുപോലെ എനിക്ക് കാണാം. 2 ഫ്ലാറ്റ് പാനൽ ഉണ്ട് ഫ്രണ്ടില്. ആലിബ, യെസ് സർ. മോളുടെ നെറ്റ് ഒന്ന് നോക്ക്, മോളുടെ ഇന്റർനെറ്റ് ഒന്ന് ചെക്ക് ചെയ്യേ, അല്ലെങ്കിൽ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യേ. ഇറ്റ് വിൽ ബി ഓക്കെ. നെറ്റ് പ്രോബ്ലം. ഓക്കെ അർജുൻ കൃഷ്ണൻ, താങ്ക്സ് ഫോർ ദ എന്താ പറയാ അസിസ്റ്റൻസ്. ഓക്കെ ഗുഡ് ലിബ. ഞാന് എന്റെ വീട്ടിലെ കിണറ്റിന്ന് കുറച്ച് വെള്ളം എടുത്തു. ആ വെള്ളത്തിന്റെ ഫോർമുല എന്റെ മക്കളോട് ചോദിച്ചപ്പോൾ H2O ആണെന്ന് പറഞ്ഞു. അതിന്റെ കോമ്പിനേഷൻ. അമ്പലക്കുളത്തിലെ വെള്ളം എടുത്തു, അവിടെയും ചോദിച്ചു ഫോർമുല H2O. ബോർവെല്ലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു, അവിടെയും നോക്കിയപ്പോൾ ഫോർമുല H2O. ഇനി മഴ പെയ്തുകൊണ്ടിരിക്കണം, മഴക്കാലമാണല്ലോ. മഴവെള്ളം ഒരു കുപ്പി നിറച്ചിട്ട് ഞാൻ എന്റെ മക്കളോട് ചോദിച്ചു എന്താ ഫോർമുല, അവർ പറഞ്ഞു H2O. ദാറ്റ് മീൻസ് മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ കയ്യിൽ 5 or 6 കുപ്പി വെച്ചോ, നീ 5 or 6 ബോട്ടിൽ വെച്ചോ, 5 or 6 സാമ്പിൾ വെച്ചോ. ഇഫ് ദ കോമ്പൗണ്ട് ഈസ് സെയിം, വെള്ളം എന്ന് പറയുന്ന ഒരു സെയിം കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള ചേരുവ പ്രപ്പോർഷൻ, ഉള്ളിൽ എലമെന്റ്സുകൾ ചേർന്നിരിക്കുന്നത് ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. ഈ പൈസക്കാരന്റെ വീട്ടിൽ വെള്ളത്തിന്റെ റേഷ്യോ H3O-യും പാവപ്പെട്ടവന്റെ വീട്ടിൽ വെറും HO-യും ആവില്ല. ഒരു സെയിം കോമ്പൗണ്ട് ആണെങ്കിൽ നീ ലോകത്ത് എവിടെ പോയി ഏത് സോഴ്സ് നിന്ന് എടുത്താലും ശരി, എങ്ങനെ നോക്കിയാലും ശരി, അതിന്റെ അകത്തുള്ള പ്രപ്പോർഷൻ, ചേരുവ, റേഷ്യോ കറക്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദിസ്. ഇപ്പൊ വെള്ളം വെറുതെ ഞാൻ എഴുതാണ്, H2 + O gives H2O എന്നാണ് വിചാരിക്കും. ഇങ്ങനെയല്ല, ½ O2 ആണ്. H2 + ½ O2 എന്ന് നമ്മൾ എഴുതുക. എന്നാലും H2 + ½ O2 ആണ് നമ്മൾ H2O എന്ന് എഴുതുക. അപ്പൊ ഒരു ഹൈഡ്രജൻ 1 ആണ്. ഓക്കെ, ഒരു ഹൈഡ്രജൻ 1 ആണ്. ഇത് ഹൈഡ്രജൻ 1, ഒരു ഹൈഡ്രജൻ 1 ആണ്. ഒരു ഹൈഡ്രജൻ യെസ് 1 ആണ്. ഒരു ഹൈഡ്രജൻ 1 ആണ്. ഒരു ഹൈഡ്രജൻ എന്താണ്? 1 ആണ്. അപ്പൊ 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 1 × 2 2U. ഇവിടെയോ ഒരു ഓക്സിജൻ 16 ആണ്, പക്ഷെ 2 ഓക്സിജൻ ഉണ്ട്. 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 × 16 32 ആണ്. പക്ഷെ ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് ഉള്ളതുകൊണ്ട് /2. അപ്പൊ ഇത് വെട്ടിപ്പോയി 16. അപ്പോ നമുക്ക് 18. അപ്പൊ ഈ 2-ഉം 16-ഉം റേഷ്യോ നോക്കിയാൽ നിങ്ങൾ 1 കഴിയുമ്പോൾ 8. സോ 1:8 റേഷ്യോയിലാണ്. 1:8 റേഷ്യോയിലാണ് ഈ ലോകത്ത് ഏത് വെള്ളം നീ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും സെയിം പ്രപ്പോർഷൻ, ഫിക്സഡ്, ഡെഫിനിറ്റ്. അല്ലാതെ പ്രധാനമന്ത്രി കുടിക്കുന്ന വെള്ളത്തിൽ 5:10-ഉം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ 1:1 ഒന്നും ആയിരിക്കില്ല. ആ എലമെന്റ്സിന്റെ പ്രപ്പോർഷൻ ഇറ്റ് വിൽ ബി ഡെഫിനിറ്റ് ഫോർ എ സെയിം കോമ്പൗണ്ട്. സാറെ പൊളിച്ചു. ഇനി ജന്മത്തിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല സാർ. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? സാറെ സാധനം കലക്കി, സിമ്പിൾ ആയിട്ട് രണ്ടാമത്തെ നമ്മുടെ കയ്യിൽ സെറ്റായി. ഒരാളും മെസ്സേജ് ഇടുന്നില്ലല്ലോ. ഇവിടെ ഉണ്ടോ? യെസ്. പുട്ട് എ thumbs up. ഇനി വാട്ടർ വിട്, കാർബൺ ഡൈ ഓക്സൈഡ്. സാറേ, ഞാൻ ഇന്ത്യയിൽ നിന്ന് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാങ്ങി. ഇന്ത്യയിൽ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു. അമേരിക്കയിൽ പോയി കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു. പാകിസ്ഥാനിൽ പോയി കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു സാർ. കുറച്ച് ആഫ്രിക്കയിൽ പോയിട്ട് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു സാർ. പല സോഴ്സുകളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ എടുത്തു സാർ. എന്നിട്ട് ഞാൻ പ്രപ്പോർഷൻ നോക്കിയപ്പോൾ 4 സ്ഥലത്തൊന്നും ഞാൻ എടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സാർ. അതിന്റെ പ്രപ്പോർഷൻ, എലമെന്റ്സിന്റെ റേഷ്യോ, എലമെന്റ്സിന്റെ ചേരുവ, ശതമാനം നോക്കിയപ്പോൾ പ്രപ്പോർഷൻ ഫിക്സഡ് ആണ് സാർ, ഡെഫിനിറ്റ് ആണ് സാർ. എവിടെ നിർത്താല പെർസെന്റേജ് 1:8 എന്ന് പറയുന്ന ആ കമ്പോസിഷൻ കറക്റ്റ് ആയിരിക്കും സാർ. സാർ ഇതിനെയാണ് സാർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഫിക്സഡ് പ്രപ്പോർഷൻ എന്ന് പറയുക. അല്ലാതെ ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു റേഷ്യോ, അമേരിക്കയിലെ കാർബൺ ഡൈ ഓക്സൈഡിന് വേറെ റേഷ്യോ, അങ്ങനെ ആവില്ല സാർ. സെയിം കോമ്പൗണ്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ചേർന്നിരിക്കുന്ന എലമെന്റ്സിന്റെ റേഷ്യോ കൂടി ചേർന്നിരിക്കുന്ന പ്രപ്പോർഷൻ നോക്കടാ, ലോയിൽ തന്നെ ഉണ്ടടാ. നോക്ക്, ഇതാ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. നമ്മുടെ കയ്യിൽ സെയിം കോമ്പൗണ്ട്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ആ ഓരോ കോമ്പൗണ്ടിന്റെയും എലമെന്റ്സിന്റെ ആ കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടാവുന്നത്? ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും, ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റും
ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റും ചേർന്നിട്ടാണ് ഈ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഏതൊരു കോമ്പൗണ്ട് എടുത്താലും ആ കോമ്പൗണ്ടിന്റെ അകത്തുള്ള സെയിം കോമ്പൗണ്ട് ആണ്. ഇതങ്ങനെ നോക്ക് സാർ, സിംപ്ലിഫൈഡ് നോക്ക്. ഒരു സെയിം കോമ്പൗണ്ട് ആണെങ്കിൽ, എല്ലാം വെള്ളമാണ്, ഞാൻ എടുത്തത് എല്ലാം വെള്ളം, സെയിം കോമ്പൗണ്ട് ആണെങ്കിൽ അതിനകത്തുള്ള എലമെന്റ്സിന്റെ റേഷ്യോ ഒക്കെ പരീക്ഷയ്ക്ക് മറക്കും. റേഷ്യോ എന്നുള്ള വാക്കൊക്കെ മറക്കും, മനുഷ്യന്മാരല്ലേ. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മതി, ഇതാ പ്രപ്പോർഷൻ. സെയിം കോമ്പൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എലമെന്റ്സിന്റെ പ്രപ്പോർഷൻ ഫിക്സഡ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ലൈനിന്റെ ഉത്തരം, എന്നിട്ടും നമ്മൾ തെറ്റിക്കും. സൂപ്പറാണ്. നമ്മൾ സെയിം കോമ്പൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെയിം കോമ്പൗണ്ട്, ഇതാണ് കോമ്പൗണ്ട്. വാട്ടർ ഈസ് എ കോമ്പൗണ്ട്. വാട്ടർ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്. അതിനകത്തുള്ള എലമെന്റ്സ് ആണ് ഹൈഡ്രജനും ഓക്സിജനും. സെയിം കോമ്പൗണ്ട് ആണ് നമ്മൾ താരതമ്യം ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള എലമെന്റ്സിന്റെ റേഷ്യോ, പ്രപ്പോർഷൻ നോക്കുകയാണെങ്കിൽ അത് ഡെഫിനിറ്റ് ആയിരിക്കും, മീൻസ് ഫിക്സഡ് ആയിരിക്കും. ക്വസ്റ്റ്യൻ തന്നെ ആൻസർ സെറ്റ് ആയി. എത്ര പേർക്ക് സാറേ 2 ലോയും പൊളിച്ചു മാസ്? സാറേ 2 ലോയും ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ പഠിച്ചു കഴിഞ്ഞു സാർ 2 ലോസും. സാറേ 2 ലോസും ഞങ്ങൾ പഠിച്ചു. സെറ്റോ സെറ്റ്. ഇതൊക്കെ നിങ്ങൾ എത്ര സമയം എടുത്ത് പഠിക്കുന്നതാടാ? ചേട്ടാ പോണത്. ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഇപ്പോഴല്ലേ സാറ് ടച്ച് ചെയ്ത് തുടങ്ങിയുള്ളൂ ക്ലാസ്. ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി പഴശ്ശിയുടെ കളി കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ സാറൊന്ന് ഹെൽത്തും കൂടി ഓക്കെ ആവട്ടെ. നിങ്ങൾ അന്നേ പ്രാർത്ഥിക്കും സാറ് പെട്ടെന്ന് മാറാൻ. വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചടുക്കാം. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ സാർ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, എന്റെ മക്കൾക്ക് സെറ്റ് അല്ലേ? 2 ലോ കഴിഞ്ഞില്ലേ? ഇനി എത്രാമത്തെ ലോ? മൂന്നാമത്തെ ലോ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. Law of multiple proportion. Law of multiple proportion. കുറച്ച് മുന്നേ ഡെഫിനിറ്റ് എന്ന് വെച്ചാൽ ഫിക്സഡ് എലമെന്റ്സ് ഡെഫിനിറ്റ് പ്രപ്പോർഷനിൽ ചേരുമ്പോൾ സെയിം കോമ്പൗണ്ട് കിട്ടും. എക്സാമ്പിൾ പറയാം. നോക്ക്, അപ്പോഴേ തൊട്ട് മുന്നത്തെ എടുക്കുകയാണ്. ഹൈഡ്രജനും ഓക്സിജനും രണ്ടും സെയിം എലമെന്റ്സ് ഫിക്സഡ് റേഷ്യോ എന്ന് വെച്ചാൽ ഡെഫിനിറ്റ് റേഷ്യോ, സെയിം ചേരുവയിൽ എടുത്താൽ നമുക്ക് ഒരു സെയിം കോമ്പൗണ്ട് കിട്ടും. ആം ഐ റൈറ്റ് ഓർ നോട്ട്? ഇത് കഴിഞ്ഞ ലോ ആണ്. ഇതേ സാധനം ഈ ഒരു സാധനത്തിനെ കോൺസ്റ്റന്റ് ആക്കുക. ഒരു എലമെന്റിനെ മാറ്റാതെ നിർത്തിയിട്ട് ഡെഫിനിറ്റിന് പകരം ഇത് ചേഞ്ച് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് മൾട്ടിപ്പിൾ കോമ്പൗണ്ട്സ്. ഇത് അപ്പോഴത്തെയാണ്. ഇത് രണ്ടാമത്തെ റൂളാണ്. ഇത് രണ്ടാമത്തെ ലോ ആണ്. ഇതാണ് മൂന്നാമത്തെ ലോ. എന്തായിരുന്നു രണ്ടാമത്തെ ലോ? എന്തായിരുന്നു? സെയിം എലമെന്റ്സ് സെയിം റേഷ്യോ, ഫിക്സഡ് റേഷ്യോയിൽ ചേർക്കുമ്പോൾ എപ്പോഴും വെള്ളം തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഹൈഡ്രജനും ഓക്സിജനും എടുത്തിട്ട് 1:8 റേഷ്യോയിൽ മിക്സ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഓൾവേസ് യു വിൽ ബി ഗെറ്റിംഗ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എടുത്തിട്ട് ഒരു കാർബണും 2 ഓക്സിജനും കൂടി മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ ഓൾവേസ് യു വിൽ ബി ഗെറ്റിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. സെയിം എലമെന്റ്സ്, അതായത് ഇത് 2 ഡിഫറെന്റ് എലമെന്റ്സ്, അതായത് ഒരേപോലെ ഡിഫറെന്റ് എലമെന്റ്സ്. ഇനി നിങ്ങൾ സെയിമിൽ കൺഫ്യൂഷൻ വേണ്ട, കാരണം ആ പെർസ്പെക്റ്റീവ് മാറണ്ട. ഡിഫറെന്റ് എലമെന്റ്സ് തന്നെ വിചാരിച്ചോ. ഈ സെയിം മാറ്റി ഡിഫറെന്റ്, കാരണം ഹൈഡ്രജനും ഓക്സിജനും വേറെ അല്ലേ. ഡിഫറെന്റ് എലമെന്റ്സ് വിചാരിക്കും. ഡിഫറെന്റ് എലമെന്റ്സ് സെയിം റേഷ്യോയിൽ ചേരുമ്പോൾ ഒരു കോമ്പൗണ്ടേ കിട്ടുള്ളൂ. നമുക്ക് ഓൺലി 1 ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് കിട്ടും. ഇതേ ഡിഫറെന്റ് എലമെന്റ്സിൽ ഒരെണ്ണത്തിനെ മരം പോലെ നിർത്തിയിട്ട് മറ്റതിന്റെ അളവ് മാറ്റിക്കളിച്ചു കഴിഞ്ഞാൽ you will be getting multiple compounds. This is called as law of multiple proportion. എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ കയ്യിൽ 2 സാധനങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ അമ്മമാരെ ആലോചിക്കും. നമ്മുടെ വീട്ടില് അരിയും ഉണ്ട്, ഉഴുന്നും ഉണ്ട്.
വീട്ടിൽ അമ്മയുടെ കയ്യിൽ അരിയുമുണ്ട്, ഇതൊക്കെ ആർക്കറിയണം, ഇപ്പൊ റെഡിമെയ്ഡ് മാവല്ലേ വാങ്ങണല്ലേ, പിള്ളേരുടെ യോഗം. അരിയുമുണ്ട് ഉഴുന്നുമുണ്ട് അമ്മയുടെ കയ്യിൽ എന്ന് വിചാരിക്കുക. അരിയും ഉഴുന്നും വീട്ടിലുണ്ട്. അമ്മ എപ്പോഴും ഒരേ കോമ്പിനേഷനിലെ തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് രാവിലെ എപ്പോഴും ഇഡ്ഡലി വീണുകൊണ്ടിരിക്കുന്നത്, വൈറ്റ് ടാബ്ലറ്റ്. അമ്മ ഏതെങ്കിലും ദിവസം കോമ്പിനേഷൻ മാറ്റുമ്പോൾ നമുക്ക് വേറെ വേറെ സാധനങ്ങൾ കിട്ടും. ആം എ റൈറ്റ് ഓർ നോട്ട്? ആം എ റൈറ്റ് ഓർ നോട്ട്? അപ്പൊ അവിടെ ഏതെങ്കിലും ഒന്ന് അമ്മ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അരി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഉഴുന്നിന്റെ അളവ് കൂട്ടുക, ഇല്ലെങ്കിൽ ഉഴുന്നിന്റെ അളവ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് അരിയുടെ അളവ് കൂട്ടുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അടിപൊളിയായോ സംഭവം? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇതിലും നല്ല ഉദാഹരണം സ്വപ്നങ്ങളിൽ മാത്രം. എൻ്റെ അമ്മോ, ഹൈഡ്രജനും ഓക്സിജനും ഇഡ്ഡലിയും ദോശയും ഡൈനിങ് ടേബിളിലേക്ക് വരെ എടുത്തിട്ട് പോകേണ്ട അവസ്ഥയാണ്. യെസ് മീന കിഷോർ, ഡിഡ് യു ഗെറ്റ് മീ മൈ ഡിയർ സ്റ്റുഡൻസ്? ഡിഡ് യു ഗെറ്റ് മീ? ഇവിടെ പൊന്നു മക്കളെ നോക്ക്, ഡിഫറെന്റ് എലമെന്റ്സ്, രണ്ട് അരി ഉഴുന്ന് നമ്മുടെ കയ്യിലുള്ള രണ്ട് ഡിഫറെന്റ് എലമെന്റ്സ്. ഇതിനെ എപ്പോഴും അമ്മ ഒരേപോലെ മിക്സ് ചെയ്താൽ ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ എപ്പോഴും ഒരേപോലെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത അതേപോലെ അമ്മ എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ സാധനം കിട്ടുള്ളൂ രാവിലെ എളുപ്പപ്പണി, ഇഡ്ഡലി. ഇനി അമ്മ അരി കോൺസ്റ്റന്റ് ആക്കിയിട്ട് ഉഴുന്നിന്റെ അളവ് മാറ്റുകയോ അല്ലെങ്കിൽ ഉഴുന്നിനെ മാറ്റാതെ വെച്ചിട്ട് അരി മാറ്റുകയോ ചെയ്താൽ നമുക്ക് ദോശ, അട, മറ്റത് മറിച്ചത്, കുഴക്കട്ട എന്ന് പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മൾട്ടിപ്പിൾ കോമ്പൗണ്ട്സ് വി വിൽ ബി ഗെറ്റിംഗ്. ഇസ് ഇറ്റ് സൂപ്പർ ഓർ നോട്ട്? ഇതാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഒരെണ്ണത്തിന് അതുപോലെ നിർത്തണം, ഒരു സാധനത്തിന് അതുപോലെ നിർത്തിയിട്ട് മറ്റതിന്റെ അളവ് മാറ്റി കളിക്കുക. ഫിക്സഡ് ആക്കാതെ ഒന്നിനെ ഫിക്സഡ് ആക്കി നിർത്തിയിട്ട് മറ്റതിനെ മാറ്റി കളിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് മോർ കോമ്പൗണ്ട്സ്, മൾട്ടിപ്പിൾ കോമ്പൗണ്ട്സ്, മോർ ദാൻ വൺ കോമ്പൗണ്ട്സ്. സെറ്റ് അല്ലേ? സാറ് പറഞ്ഞുതരാം, എക്സാമ്പിൾ പറഞ്ഞുതരാം. കാർബൺ, ഓക്സിജൻ. നമ്മുടെ കയ്യിൽ നമ്മുടെ അമ്മയെ ആലോചിക്കും, മൾട്ടിപ്പിൾ നമ്മുടെ കയ്യിൽ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അമ്മ എപ്പോഴും ഒരു കാർബണും ഒരു ഓക്സിജനും ആണ് അമ്മ മിക്സ് ചെയ്യണതെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും കാർബൺ മോണോക്സൈഡാ കിട്ടുക. അമ്മയ്ക്ക് എപ്പോഴും എന്താ കിട്ടുക? കാർബൺ മോണോക്സൈഡ്. എന്താ കിട്ടുക? കാർബൺ മോണോക്സൈഡ്. ഇനി അമ്മ തീരുമാനിക്കുകയാണ്, കാർബൺ അതുപോലെ നിർത്തി, ഇതിനെ കോൺസ്റ്റന്റ് ആക്കി, ഓക്സിജനെ രണ്ടാക്കിയപ്പോൾ അമ്മയ്ക്ക് എന്ത് കിട്ടി? കാർബൺ ഡയോക്സൈഡ് കിട്ടി. കാർബൺ മോണോക്സൈഡിന് പകരം കാർബൺ ഡയോക്സൈഡ്. നോക്ക്, ഒരേപോലത്തെ എലമെന്റ്സ് അല്ലേ? ഒന്നിനെ കോൺസ്റ്റന്റ് ആക്കി, ഒന്നിന്റെ അളവ് എന്താക്കി? കോൺസ്റ്റന്റ് ആക്കി. മറ്റേതിനെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്നാ പറയാ. ഇത് ഒന്നെടുത്തിട്ട് ഇത് 2000 എടുക്കാൻ പാടില്ല. ഇത് ഒരെണ്ണം എടുത്തിട്ട് ഇത് 2000ലേക്ക് പോകാൻ പാടില്ല. തൊട്ടടുത്ത റേഷ്യോ ആയിരിക്കണം. അതിനെ പറയുന്ന പേര് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാന്യതയൊക്കെ വേണ്ടടേ എന്ന് പറയില്ലേ നമ്മള്? ഒരു മാന്യതയൊക്കെ വേണ്ടടാ, ഒരു മാന്യതയൊക്കെ വേണ്ട. ഇത് 2000 ആയിക്കഴിഞ്ഞാൽ എത്ര വ്യത്യാസമായി? അങ്ങനെ മാറ്റരുത്. മാറ്റുമ്പോഴും ഒരു മാന്യത വേണം. ആ മാന്യതയാണ് ഇംഗ്ലീഷിൽ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ചെറിയ മാറ്റങ്ങളൊക്കെ ആവാം, ഓവറാക്കല്ലേടാ. അതാണ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഒരെണ്ണം കോൺസ്റ്റന്റ് ആക്കി വെക്കുക. രണ്ട് എലമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് കേസ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമ്മൾ ഒരെണ്ണത്തിന് രണ്ട് കേസിലും, ഇത് കേസ് 1, കേസ് 2, ഈ കേസ് 1ലും കേസ് 2ലും ഒരാളുടെ കോൺസെൻട്രേഷൻ, ഒരാളുടെ അളവ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. എന്നിട്ട് മറ്റേ ആളുടെ മാറ്റി. എങ്ങനെ മാറ്റി? തോന്നിയ പോലെ മാറ്റല്ല, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയില്. സിമ്പിൾ ഹോൾ, ചെറിയ മാറ്റം. സിമ്പിൾ ഹോൾ നമ്പർ 1, 2 സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയില് മറ്റേതിന്റെ മാറ്റിക്കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് മൾട്ടിപ്പിൾ കോമ്പൗണ്ട്സ്. ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ലോകത്ത് ഒരു കെമിസ്ട്രി ടീച്ചറും ദോശയും ഇഡ്ഡലിയും കുഴക്കട്ടയും വെച്ചിട്ട് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറഞ്ഞു തരില്ല. ശ്രീജിത്ത് സാറേ പറഞ്ഞു തരുള്ളൂ. സെറ്റായോ? 3 നിയമം ക്ലിയർ ആയോ? എത്ര പേർക്ക് സെറ്റായി? പ്ലീസ് സേ യെസ്. ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ല ഫയർ ക്രാക്കേഴ്സ് പൊട്ടിക്ക് ചാറ്റ് ബോക്സിൽ. സാറ് കാണട്ടെ. ഇത് മനസ്സിലായവര് മാത്രം, ഇത് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലായവര്, ഇത് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലായവര് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പടക്കം പൊട്ടിച്ച് ക്രാക്കേഴ്സ് വരണം. പോരാ, മനസ്സിലായവര് മാത്രം. 3 നിയമവും സെറ്റായി സാർ, ഞങ്ങൾക്ക് പഠിക്കാതെ കയ്യിൽ സെറ്റായി. ക്രാക്കേഴ്സ്, ഫയർ ക്രാക്കേഴ്സ് ചാറ്റ് ബോക്സിൽ പൊട്ടിക്കുന്നു. ഫയർ ക്രാക്കേഴ്സ് ചാറ്റ് ബോക്സിൽ പൊട്ടിക്ക്. പോരാ. ഭൂമിക, അർജുൻ, വർഷ, ഇഷാൻ, ഞാനിപ്പോ ചാറ്റിന്റെ സെറ്റിങ്സ് മാറ്റി തന്നിട്ടുണ്ട്. അതാ ആദിത്യ പൊളിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോ സെറ്റിങ്സ് മാറ്റി തന്നിട്ടുണ്ട്. സന, ഫാത്തിമ, വിനിഷ, അഭിനയ, അതുൽ ശേഖർ, ആർദ്ര, വെരി ഗുഡ്. അദ്വിക്,
ഗുഡ്. വർഷ? യെസ്. ശ്രുതി? വെരി ഗുഡ്. യെസ് യെസ് യെസ്. ഞാൻ നിങ്ങൾ കണ്ടോട്ടെ, ഒരു മൂഡ് ഔട്ട് മാറ്റിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഓപ്ഷൻ മാറ്റി വിട്ടത്. മൃദുല് പൊട്ടിക്കലോ പൊട്ടിക്കല്. അഭിനവ്, ഗുഡ് ഗുഡ്. ഇനി എത്ര റൂൾസ് ഉണ്ട്? ഇനി 2 റൂൾസ് സിമ്പിൾ ആയിട്ട് തീരും. ദപ്പ തീരും. സർപ്പ തീർക്കാം, ഡെപ്പ തീർക്കാം, പെട്ടെന്ന് തീർക്കാം. കറക്റ്റ് 1 മണിക്കൂറായി. ശരിക്കും 1 മണിക്കൂറാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങളുടെ കൂടെ കൂടിയപ്പോൾ എൻ്റെ അസുഖങ്ങളൊക്കെ കുറച്ചായി കുറയുന്നത് പോലെ, എൻ്റെ ക്ഷീണമൊക്കെ കുറച്ച് കുറഞ്ഞത്, ശബ്ദമൊക്കെ തിരിച്ചു കിട്ടിയ പോലെ, ഞാൻ ഇത്രയും ചുമയ്ക്കാതെ എടുക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് തന്നെ വലിയൊരു, നിങ്ങളുടെ കൂടെ കൂടി ഒരു പോസിറ്റീവ് വൈബ് കിട്ടി. 10 മിനിറ്റ് കൂടി തന്നാൽ, ഇഫ് യു ക്യാൻ അലോട്ട് മീ 10 more minutes, 2-3 ടോപ്പിക്, 2 ലോസും തീർക്കാൻ ഡാൾട്ടന്റെ പോസ്റ്റ്ലേറ്റ്സും പറഞ്ഞുതരാം. എന്നാൽ പിന്നെ എനിക്ക് നാളെ ശരിക്കും ലിമിറ്റിംഗ് റിയേജന്റും എംപെരിക്കൽ ഫോർമുലയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് ഏത് ചോദിച്ചാലും എഴുതാൻ പാകത്തിന് നിങ്ങൾ സെറ്റ് ആവും. കീറാമുട്ടി ടോപ്പിക്സ് എടുത്ത് ഇതിന്റെ യൂണിറ്റ് സിസ്റ്റവും SI സിസ്റ്റവും കൺവേർഷനും ഡൈമെൻഷനൊക്കെ ഓൾറെഡി ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്. അവിടെ റിവിഷൻ വരുമ്പോൾ അത് പറഞ്ഞുതരാം. എന്താണ് യൂണിറ്റ്, എന്താണ് SI സിസ്റ്റം, എങ്ങനെ. സാർ ഇങ്ങനെ കഥ പറഞ്ഞിട്ടേ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിവരം ഉണ്ടാക്ക്. സയൻസ് സ്റ്റുഡൻസ് വെറും 10ാം ക്ലാസ് ബുദ്ധി പോലെ പഠിക്കരുത്. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക. അടിപൊളിയായിരിക്കും നമുക്ക്. അങ്ങനെ പഠിച്ചവൻ ഡോക്ടറായാൽ മതി, അങ്ങനെ പഠിക്കുന്നവൻ എഞ്ചിനീയർ ആയാൽ മതി, അങ്ങനെ പഠിക്കുന്നവൻ അധ്യാപകനായാൽ മതി, അങ്ങനെ പഠിക്കുന്നവൻ ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആയാൽ മതി. തട്ടിക്കൂട്ടി യൂട്യൂബ് ചാനലും കണ്ട് മാർക്ക് മാത്രം വാങ്ങിയിട്ട് പോകുന്നവൻ ഡോക്ടർ ആയാൽ കുറെ പേര് കൊല്ലും, കോൺസെപ്റ്റ് അറിയാതെ. ഓക്കെ, ക്ലിയർ? യെസ്. 3 നിയമം കഴിഞ്ഞു, 3 റൂൾസ്. അപ്പൊ ഏതൊക്കെ ലോസാ കഴിഞ്ഞത്? Law of conservation of mass by Lavoisier. Law of definite proportion by Joseph Proust. Law of multiple proportion by Dalton. മൂന്നാമത്തെ നിയമം ഡാൾട്ടൻ ചേട്ടന്റെയാണ് മൂന്നാമത്തെ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. സെറ്റ് ആണോ? ലാവോയിസർ ചേട്ടൻ പറഞ്ഞത് പഠിപ്പിച്ചു, ജോസഫ് പ്രൗസ്റ്റ് ചേട്ടൻ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ആള് പറഞ്ഞത് 3 ഡാൾട്ടൻ ചേട്ടൻ പറഞ്ഞതും പഠിച്ചു. 4ാമത്തെ 5ാമത്തെ സയന്റിസ്റ്റിന്റെ പേരില്ല, കാരണം ലോയ്ക്ക് തന്നെ പേര് ഗേ ലൂസാക്സ് ലോ. ഓഫ് gaseous വോളിയം. ഇതൊക്കെ ഡമ്മി ലോ ആണ് കേട്ടോ. ആദ്യത്തെ 3 നിന്നാണ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വരിക. 4ഉം 5ഉം കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. റിയാക്ഷൻസിനെ നിയന്ത്രിക്കുന്ന 4ാമത്തെ 5ാമത്തെ നിയമങ്ങളോട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ആർ യു റെഡി? ഹൗ മെനി ഓഫ് യു ആർ റെഡി? ഇഫ് യു ആർ റെഡി പ്ലീസ് പുട്ട് യെസ്. 10 മിനിറ്റ് കൂടി തന്നാൽ മതി. ഞാനൊരു 8:45 ആവുമ്പോഴേക്കും വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ നോക്ക്, ബേസിനാണ് കൂടുതൽ സമയം കളഞ്ഞത്. ലോസ് ഒക്കെ സിമ്പിൾ ആയിട്ടാ പോയത്. യെസ് സുദീത്, യെസ് അർജുൻ കൃഷ്ണൻ, വെരി ഗുഡ്. യെസ്, ഗുഡ് ഗോയിങ്. യെസ്, ഗേ ലൂസാക്സ് ലോ ഓഫ് gaseous വോളിയംസ് അല്ലെ? ഒന്നുമില്ലടാ, സംഭവം സിമ്പിളാ. സെയിം. H2 ഇങ്ങനെ എഴുതാം. 2H2 plus O2 gives 2H2O. വെറുതെ വാട്ടറിന്റെ ഒരു റിയാക്ഷൻ എഴുതി ഞാൻ തന്നെ എഴുതാണ്. ഇത് 100 ml വോളിയം ആയതുകൊണ്ടാണ് മക്കളെ, വോളിയം ആയതുകൊണ്ട് ഇപ്പൊ ml ആക്കിയത് കേട്ടാ. വോളിയം ആയതുകൊണ്ടാണ് മില്ലി ലിറ്റർ ആക്കിയത്. 100 ml, ഇത് 50 ml. വെറുതെ ഞാൻ എഴുതാണ് വോളിയം. ഇത് ഒരു 100 ml. ഇത് ഗ്യാസ് ആണെന്ന് വിചാരിക്കുക, ഇതും ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. ഇത് സ്റ്റീം, വെള്ളം എന്ന് പറഞ്ഞ സ്റ്റീം ആണെന്ന് വിചാരിക്കുക. റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗ്യാസ് ആണെങ്കിൽ, ആ റിയാക്റ്റൻസ്, എടുത്ത റിയാക്റ്റൻസിന്റെ വോളിയത്തിന്റെയും കിട്ടിയ പ്രോഡക്റ്റിന്റെ വോളിയവും സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. എന്താ റേഷ്യോ? വെട്ടിച്ചുരുക്കുക. കോമൺ ടേം ഉണ്ടോ? 50 കോമൺ ആണ്. ഇവിടെ 250, 150, 250. So the ratio is 2:1:2. Simple ratio. 2:1:2. റിയാക്റ്റൻസും പ്രോഡക്ട്സും. റിയാക്റ്റൻസ് എന്ന് വെച്ചാൽ ആരോ മാർക്കിന്റെ ഇടതുവശത്തുള്ള റിയാക്റ്റൻസും വലതുവശത്തുള്ള പ്രോഡക്ട്സും ഗ്യാസ് ആണെങ്കിൽ, ഇതെങ്ങനെ എൻട്രൻസിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ലിക്വിഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവില്ല. ലിക്വിഡ് ആണ്, റിയാക്റ്റൻസോ പ്രോഡക്ട്സോ ലിക്വിഡ് ആണെങ്കിൽ ദിസ് വോണ്ട് വർക്ക്, ഇത് വർക്ക് ചെയ്യില്ല. അതാണ് ആ നിയമത്തിന്റെ പേര് ഓഫ് gaseous വോളിയംസ്. റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗ്യാസസ് ആണെങ്കിൽ ഈ റിയാക്റ്റൻസിന്റെ എടുത്ത വോളിയവും
പ്രോഡക്ട്സ് കിട്ടിയ വോളിയവും തമ്മിൽ സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഇത് കോമൺ ടേംസ് വെട്ടി. ഇപ്പൊ മൂന്നിലുള്ള കോമൺ ടേം 50 ആണ്. അപ്പൊ ഇതിൽ എത്ര 50/2, ഇതിൽ എത്ര 50/1, ഇതിൽ എത്ര 50/2. അവരുടെ റേഷ്യോ, വോളിയത്തിന്റെ റേഷ്യോ, അവരെടുത്ത അളവിന്റെ റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. ഇതൊക്കെ ഒരു ലോ. ഇതിനു വേണ്ടി ഒരു നാലാമത്തെ ലോന്റെ പേര് വേറെ. ഇത് മനസ്സിലായവർ മാത്രം ഒരു സ്മൈലി ഇട്ടേ. മനസ്സിലായവർ മാത്രം ഒരു സ്മൈലി ഇട്ടേ ചാറ്റ് ബോക്സിൽ. റിയാക്ടൻസും നമ്മളെടുത്ത റിയാക്ടൻസും നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റും ഗ്യാസ് ആണെങ്കിൽ, നമ്മളെടുത്ത റിയാക്ടൻസും നമുക്ക് കിട്ടിയ പ്രോഡക്റ്റും ഗ്യാസസ് ആണെങ്കിൽ ആ എടുത്ത സാധനങ്ങളുടെ വോളിയം സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്ന്, സ്മോൾ ഡിഫറൻസ്. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. 1 2 മറ്റേത് 1 ലക്ഷം ആയിരിക്കില്ല. 1 1 മറ്റേത് 1000 ആവില്ല. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. സെറ്റ്. അപ്പൊ എത്ര നിയമം പഠിച്ചടാ? എത്ര നിയമം പഠിച്ചു? എത്ര നിയമം പഠിച്ചു? 4. എഫേർട്ട്ലെസ് ആയിട്ട് പഠിച്ചോ അതോ സ്ട്രെയിൻ എടുത്ത് പഠിച്ചോ? കഥയിലൂടെ പഠിച്ചോ സ്ട്രെയിൻ എടുത്ത് പഠിച്ചോ? എഫേർട്ട്ലെസ് ആയിട്ടാണോ പഠിച്ചത്, ഈസി ആയിട്ടാണോ പഠിച്ചത്? ഇങ്ങനെ പഠിക്കുമ്പോൾ കഷ്ടമുള്ള സാധനങ്ങൾക്ക് പോലും ഒരു ഈസിനെസ് ഫീൽ ചെയ്യണ്ടോ? ഇങ്ങനെ പഠിക്കുമ്പോൾ കഷ്ടമുള്ള സാധനങ്ങളിൽ പോലും ഒരു ഈസിനെസ് ഫീൽ ചെയ്യണ്ടോ? എത്രയോ പേര് ഇത് ഈ നിയമമൊക്കെ കണ്ട് പേടിച്ച് വിറച്ച ആളുകൾ ഇതിനകത്ത് ഉണ്ടാവും. അവർക്കിപ്പോ ഇതിനോടുള്ള ഒരു പേടി മാറി കിട്ടിയോ? പ്ലീസ് പോസ്റ്റ് യെസ് ഓർ നോ. യെസ്, യെസ്. ഗുഡ് ഗോയിങ് ഹർഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. സെറ്റ് അല്ലേ? റിയാക്ടൻസും പ്രോഡക്ട്സും ഗ്യാസ് ആവുകയാണെങ്കിൽ അവരുടെ വോളിയത്തിന്റെ റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ലെറ്റ് us get into the last law. 5ാമത്തെ ലോ, അവസാനത്തെ ലോ. ഇപ്പോഴും പലരും റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. ഇവർക്കുള്ള നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങളെ സാറ് പറഞ്ഞിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങൾ മാത്രമേ സാറ് പറഞ്ഞിട്ടുള്ളൂ. 5ാമത്തെ റൂൾ ആർക്കെങ്കിലും എന്താന്ന് പറയാൻ പറ്റുമോ? അവഗാഡ്രോസ് ലോ. നമ്മളിത് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇഷാൻ. ഓക്കെ, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന്. ഇത് ഞാൻ കഥ രൂപത്തിൽ പറയാം. ഞാനൊരു ബേക്കറിയിൽ പോയിട്ട് ആ ബേക്കറിക്കാരൻ ഹോൾസെയിൽ കടയാണ്. ലൂസായിട്ട് തരില്ല, എണ്ണം തരില്ല, കിലോ കണക്കിന് വാങ്ങണം. അപ്പൊ ഞാൻ അയാളുടെ ആദ്യം 1 കിലോ ലഡ്ഡു, പിന്നെ അതേ കടയിൽ നിന്ന് ഞാൻ 1 കിലോ ജിലേബി, അതേ കടയിൽ നിന്ന് 1 കിലോ ബാദുഷ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ, പാലക്കാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേ കടയിൽ നിന്ന് 1 കിലോ ഗീ ബിസ്ക്കറ്റ്. എന്താ അല്ലേ രാത്രി പറയാൻ പറ്റിയ സാധനം. ഞാനൊരു ബേക്കറിയിൽ കയറിയിട്ട് 1 കിലോ ലഡ്ഡു, 1 കിലോ ജിലേബി, 1 കിലോ ബാദുഷ, 1 കിലോ ഗീ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് കവർ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ മക്കളുടെ കയ്യിൽ കൊടുത്തു. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവര് കൈ കൊടുത്തിട്ട് മക്കളെ നിങ്ങൾ എൻജോയ് ചെയ്തോ, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ പിള്ളേരെ എല്ലാം നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് ഒബ്സർവ് ചെയ്യുന്ന പറഞ്ഞാൽ 4ഉം ചിലപ്പോൾ തീർക്കും കൈയോടെ. അപ്പോ ഈ പിള്ളേരെ ഞാൻ ചോദിച്ചു എന്താണ് ഇതിലൊരു ഓർഡിനൻസ് ഫീൽ ചെയ്തെന്ന് വെച്ചപ്പോ പിള്ളേർ പറയുണ്ടായി, സാറേ അച്ഛ എല്ലാം ഓരോ കിലോ അല്ലേ വാങ്ങിയിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ലഡ്ഡു നോക്കിയപ്പോൾ കൃത്യം 15 എണ്ണം, ജിലേബി നോക്കിയപ്പോഴും കറക്റ്റ് 15, ബാദുഷിയും 15 എണ്ണമാണ് അച്ഛാ, ആ ബിസ്ക്കറ്റും 15 എണ്ണമാണ്. അച്ഛൻ കടക്കാരൻ്റെ ഓരോ കിലോ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കിട്ടിയ എണ്ണവും കൂടി കറക്റ്റ് സെയിം ആയി. പൊന്നുമക്കളെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ജിലേബിയും ലഡ്ഡു ഒക്കെ മാറ്റിയിട്ട് ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ഏത് കാർബൺ, വാട്ട് എവർ ഇറ്റ് മേ ബി, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, എന്ത് വേണം നിങ്ങൾക്ക്? കാർബൺ ഇട്ടാൽ മതിയോ? എന്ത് വേണം? 4ാമത്തെ എലമെന്റ് നിങ്ങൾ തന്നെ പറയും. ലഡ്ഡു ജിലേബി പോലെ ഏതെങ്കിലും ഒരു സാധനം പറയും.
വാട്ട് എവർ ഇറ്റ് മേ ബി, കാർബൺ എന്തോ ആയിക്കോട്ടെ, ഈ നാലും ഈക്വൽ വോള്യത്തിൽ എടുക്കുകയാണെങ്കിൽ, ഈക്വൽ വോള്യം എന്ന് വെച്ചാൽ ഓരോ ലിറ്റർ, ഇതൊരു ലിറ്റർ, ഇതൊരു ലിറ്റർ, ഇതൊരു ലിറ്റർ, ഇതൊരു ലിറ്റർ, ഈക്വൽ വോള്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇതെല്ലാം വേറെ വേറെ സാധനങ്ങളാണെങ്കിലും ഉള്ളിലുള്ള എണ്ണം കൗണ്ട് നോക്കുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒറ്റ കാര്യം അവർ പറയുന്നുണ്ട്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറോ പ്രഷറോ മാറ്റിക്കളിക്കരുത്. ടെമ്പറേച്ചറോ പ്രഷറോ മാറ്റിക്കളിക്കരുത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ക്ലിയർ ആയോ? ടെമ്പറേച്ചറോ പ്രഷറോ മാറ്റിക്കളിക്കരുത്. ടെമ്പറേച്ചറോ പ്രഷറോ മാറ്റിക്കളിക്കരുത്. കോൺസ്റ്റന്റ്. ഇതുപോലെ തൊട്ട് മുന്നത്തെ ലോലും അത് പറയുന്നുണ്ട് കേട്ടോ. തൊട്ട് മുന്നത്തെ ലോലും നിങ്ങൾ എഴുതി വെക്കണം, സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നാലാമത്തെ ലോ ഗെയ്ലൂസാക്ക് ലോ ഇല്ലേ, ഇവിടെയും നിങ്ങൾ എഴുതി വെക്കണം സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന്. ഇതൊക്കെ സ്മോൾ നോട്ട്സ് അല്ലേ. സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന്. അവിടെയും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കണം? നമ്പർ ഓഫ് മോളിക്യൂൾസ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മിസ്സായി തോന്നുന്നു ആ സൂമിൻ്റെ ഇത് കാരണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ്. അല്ല, നിങ്ങൾക്ക് കാണാം, എനിക്കാണ് ഇവിടെ മിസ്സായത്. നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. സാറേ സൂപ്പർ. ബേക്കറി ഐറ്റം പറഞ്ഞപ്പോഴും സംഭവം സെറ്റ്. ഇത് സെന്റൻസിൽ പറഞ്ഞു വരുമ്പോൾ ഈക്വൽ വോളിയംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് വേറെ എലമെന്റ് ഈക്വൽ വോളിയത്തിൽ എടുത്താലും അവരുടെ എണ്ണം സെയിം ആയിരിക്കും. അതായത് വോളിയം, നമ്മളെ ബേക്കറിയിൽ നിന്ന് എല്ലാം ഓരോ കിലോ വാങ്ങിയ പോലെ എല്ലാ ഗ്യാസും ഓരോ ലിറ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ എണ്ണം, അതിനകത്തുള്ള സാധനങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കും. അതായത് വോള്യവും എണ്ണവും പ്രപ്പോർഷണൽ ആയിരിക്കും. വോളിയം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. വേറെ സാധനങ്ങളായിരിക്കും. ഓക്സിജന്റെ സൈസ് അല്ലല്ലോ ഹൈഡ്രജന്റെ സൈസ് ആയിരിക്കില്ലല്ലോ നൈട്രജന്റെ സൈസ് ആയിരിക്കില്ല കാർബൺ. എന്നിരുന്നാൽ കൂടി നിങ്ങൾ സെയിം വോള്യത്തിൽ എടുക്കുകയാണെങ്കിൽ, സെയിം അളവിൽ എടുക്കുകയാണെങ്കിൽ ഓരോന്നിന്റെ എണ്ണം എന്തായിരിക്കും? അത്ര സെയിം. ഇതിൽ 15 ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഇതിൽ 15 ഹൈഡ്രജൻ മോളിക്യൂൾ ആയിരിക്കും, ഇതിൽ 15 നൈട്രജൻ മോളിക്യൂൾ ആയിരിക്കും, ഇതിൽ 15 കാർബൺ മോളിക്യൂൾ ആയിരിക്കും. ഒറ്റ കണ്ടീഷൻ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കണം. ഇത് സെറ്റ് ആയെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ. ഇനി ഒരേ ഒരു മിനിറ്റില് ഡാൾട്ടന്റെ പോസ്റ്റുലേറ്റ് കൂടി പറയാം. ഇത് മനസ്സിലായവർ മാത്രം തംസപ്പ് ഇടുക. നിങ്ങൾക്ക് ബേക്കറി സാധനം വെച്ച് പറഞ്ഞുകൊണ്ട് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. ഇത് മനസ്സിലായവർ മാത്രം തംസപ്പ് ഇടുക. ഇത് മനസ്സിലായവർ മാത്രം തംസപ്പ് ഇടുക കേട്ടോ. ഇത് മനസ്സിലായവർ മാത്രം തംസപ്പ് ഇടുക. യെസ്, അടിപൊളിയല്ലേ? യെസ് ഗുഡ്. ഇനി ഡാൾട്ടന്റെ പോസ്റ്റുലേറ്റും കൂടി നിങ്ങൾ ഒരു 5 മിനിറ്റ് തന്നാൽ പെട്ടെന്ന് തീർക്കാം. ജസ്റ്റ് 5 മിനിറ്റ്സ്. എത്ര പോർഷൻ തീർന്നു നോക്ക്. 1 മണിക്കൂറേ ഞാനും കഷ്ടി എടുത്തിട്ടുള്ളൂ. എത്രമാത്രം കഥകൾ പറഞ്ഞു, എത്രമാത്രം സാധനം. നമ്മുടെ ലോസ് തീർന്നു, അറ്റോമിക് മാസ് എന്താന്ന് മനസ്സിലായി അല്ലേ? അടിപൊളിയല്ലേ? ഇപ്പൊ മൈൻഡിൽ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? എത്ര പേർക്ക് ഇപ്പൊ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്? പ്ലീസ് ടെൽ മീ. How many of you are feeling confident? Yes, of course. Good going. ഇനി വേഗം ഡാൾട്ടന്റെ പോസ്റ്റ്. ഡാൾട്ടൻ ആണ് ആറ്റത്തെ കുറിച്ച്. ഡാൾട്ടൻസ് അറ്റോമിക് തിയറി. ആറ്റത്തെ കുറിച്ച് ഡാൾട്ടൻ പറഞ്ഞ ഒരു 4 പോസ്റ്റുലേറ്റ് പെട്ടെന്ന് നമുക്ക് നോക്കാം. ഡാൾട്ടൻസ് അറ്റോമിക് തിയറി. ഇതൊക്കെ നമ്മുടെ നോട്ട്സിലുണ്ട്. പെട്ടെന്ന് സാറ് പറഞ്ഞു തീർക്കാം. എല്ലാം ഷോർട്ട് കട്ട് ആണല്ലോ, സാറുടെ ടിപ്സ് ആണല്ലോ. മക്കളെ, മൈക്ക് എടുത്തിട്ട് ആറ്റം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ആ സാധനം കൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞ ആദ്യത്തെ ആളാണ് ഡാൾട്ടൻ. അപ്പൊ അയാളുടെ ആദ്യത്തെ പോയിന്റ്, മാറ്റർ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മാറ്ററും ഈസ് മെയ്ഡ് അപ്പ് ഓഫ്
ആറ്റം. ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. പുള്ളി ഒന്നും കൂടി പറഞ്ഞു, ആറ്റം എന്ന് വെച്ചാൽ ഇനി അതിനെ പൊട്ടിക്കാൻ പറ്റില്ല, ഏറ്റവും ചെറുതാണ്. സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. ആറ്റം സ്മോളസ്റ്റ് ആണ്, ഇൻഡിവിസിബിൾ ആണ്. ആ ആറ്റം കൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായവർ മാത്രം ചാറ്റ് ബോക്സിൽ 1 എന്ന് കമന്റ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായവർ മാത്രം ചാറ്റ് ബോക്സിൽ 1 എന്ന് പറയും. നോട്ടൊക്കെ അയച്ചുതരാം ശിവറാം, യു ഡോണ്ട് വറി. ഡാൾട്ടൺ ആറ്റത്തെ 5 ലോസ് കഴിഞ്ഞു, 5 നിയമങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലേക്ക് പോവാണ്. ഡാൾട്ടൺ ഇത് ചോദിക്കും, ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കും എക്സാമിന്. ഡാൾട്ടൻസ് അറ്റോമിക് തിയറി പറയുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ 4 പോസ്റ്റുലേറ്റേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് യെസ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ഡാൾട്ടൺ എന്ന് പറയുന്ന ആളാണ് മൈക്കെടുത്ത് ആറ്റം എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, ആറ്റം ഏറ്റവും ചെറുതാണ്, അതിനെ പൊട്ടിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ചെറിയ സാധനം കൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ഡാൾട്ടൺ പറഞ്ഞ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റം. ആറ്റം എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് ആണ്, ഇൻഡിവിസിബിൾ ആണ്. സ്മോളസ്റ്റ് ആണ്, ഇൻഡിവിസിബിൾ ആണ്. രണ്ടാമത്തെ പോയിന്റ് ആറ്റംസ് ഓഫ് same elements are same. Atoms of different elements are different. ഇതെന്താ ലോജിക്ക് ഇല്ലാതെ സാറ് പറയണമെന്ന് തോന്നും. ഞാൻ പറയാം. 2 ബോട്ടിൽ എടുക്കുക, 2 ബോട്ടിൽ എടുത്തിട്ട് ഒന്നിൽ ഓക്സിജൻ നിറയ്ക്കുക, ഇതിലും ഓക്സിജൻ നിറച്ചാൽ ഈ രണ്ടും നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആറ്റംസ് കാഴ്ചയിലും സ്വഭാവത്തിലും അവരുടെ പ്രോപ്പർട്ടീസും അവരുടെ മാസും ഒക്കെ സെയിം ആയിരിക്കും. എന്താണ് സെയിം? ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ സെയിം. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ ഡിഫറെന്റ്. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ സെയിം, ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ ഡിഫറെന്റ്. ഉദാഹരണത്തിന് ഒരു കുപ്പിയിൽ ഓക്സിജനും മറ്റേ കുപ്പിയിൽ ഹൈഡ്രജനും ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിലും അവരുടെ മാസിലും എന്തൊക്കെയാ മാറുന്നത്? പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. സ്വഭാവവും മാസും, പ്രോപ്പർട്ടീസും മാസും. എടാ, 2 കുപ്പിയില് ഒരേ സാധനം ഓക്സിജൻ തന്നെ എടുത്താൽ അത് കാഴ്ചയിലും സ്വഭാവത്തിലും ഒക്കെ ഒരുപോലെ ആയിരിക്കും. 2 കുപ്പിയില് ഡിഫറെന്റ് എലമെന്റ്സ് എടുത്താൽ അവരുടെ ആറ്റംസ് കാഴ്ചയിലും വ്യത്യാസമായിരിക്കും, സ്വഭാവത്തിലും വ്യത്യാസമായിരിക്കും, മാസും വ്യത്യാസമായിരിക്കും. എത്ര പേർക്ക് മനസ്സിലായി? സാർ ഇപ്പോഴാണ് ഇതിന്റെ അർത്ഥം മനസ്സിലായത് സാർ. 2 കുപ്പി എടുക്കുക, ലഡ്ഡു ജിലേബി എടുക്കണ പോലെ എടുത്തോണ്ടിരിക്കുമ്പോഴേ സംഭവം മനസ്സിലാവുള്ളൂ. സാറേ, 2 സെയിം എലമെന്റ് എടുത്താൽ 2ന്റെ ആറ്റംസ് കാഴ്ചയിലും സ്വഭാവത്തിലും മാസും ഒക്കെ സെയിം ആയിരിക്കും. 2 കുപ്പിയില് 2 ഡിഫറെന്റ് എലമെന്റ്സ് എടുത്താൽ ആ 2ന്റെയും സ്വഭാവവും മാസും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. എത്ര പേർക്ക് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് മനസ്സിലായി? ഞാൻ കൺവെൻഷനലി അല്ല എടുക്കുന്നേ, നിങ്ങളുടെ വിവരം, നിങ്ങളുടെ അറിവ് കൂട്ടാനാണ് സാറിന്റെ ക്ലാസ്. അറിവുള്ളവൻ എഞ്ചിനീയർ ആവണം, അറിവുള്ളവൻ ഡോക്ടർ ആവണം. ദാറ്റ്സ് ഇറ്റ്. വെറുതെ കുറെ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല. വെറുതെ മാർക്ക് മാത്രം വാങ്ങിയിട്ട് സൊസൈറ്റിക്ക് ഒരു യൂസും ഇല്ല. കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആവുക. ഡാൾട്ടന്റെ 4 പോസ്റ്റുലേറ്റ് ഉണ്ട്, 2 പോസ്റ്റുലേറ്റ് നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചു. ഡാൾട്ടന്റെ 4 പോസ്റ്റുലേറ്റില് 2 പോസ്റ്റുലേറ്റ് ഈസി. ഇന്ന് ഇത് സാറിന്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആ പുസ്തകം എടുത്ത് വായിക്കുമ്പോണ്ടല്ലോ, അപ്പോഴാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ക്ലാസിന്റെ ബ്യൂട്ടി യു ക്യാൻ ഫീൽ. ഇന്നത്തെ ക്ലാസിന്റെ ഇഫക്റ്റീവ്നെസ് അറിയണമെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നിങ്ങൾ ആ ടോപ്പിക് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ സാറ് പറഞ്ഞ ഓരോ കഥയും നിങ്ങളുടെ മനസ്സിൽ വരും. ക്ലിയർ? 2 പോയിന്റ് കഴിഞ്ഞു. അപ്പോൾ ഒരേപോലുള്ള എലമെന്റ്സിന്റെ ആറ്റംസ് കാഴ്ചയിലും മാസിലും ഒക്കെ സെയിം ആയിരിക്കും, പ്രോപ്പർട്ടീസിലും മാസിലും സെയിം ആയിരിക്കും. ഡിഫറെന്റ് സാധനങ്ങൾ എടുത്താൽ അവരുടെ ആറ്റംസ് ഡിഫറെന്റ് ആയിരിക്കും, പ്രോപ്പർട്ടീസിലും മാസിലും. കാണുമ്പോഴും കാഴ്ചയിലും മാസും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഒരേപോലുള്ള എലമെന്റ്സ് ആണെങ്കിൽ കാഴ്ചയിലും മാസിലും സെയിം ആയിരിക്കും, ഒരേപോലുള്ള എലമെന്റ്സ് എടുത്താൽ. 2 കുപ്പിയിലും ഓക്സിജൻ എടുത്താൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ആറ്റംസ് കാണാനും അതിന്റെ സ്വഭാവവും അതിന്റെ മാസും ഒക്കെ സെയിം ആയിരിക്കും. ഒരു കുപ്പിയിൽ ഓക്സിജനും മറ്റു കുപ്പിയിൽ ഹൈഡ്രജനും എടുത്തിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ രണ്ടും കാഴ്ചയിൽ വ്യത്യാസം ഉണ്ടാവും, ആറ്റംസ്. മാത്രമല്ല അവരുടെ മാസും അവരുടെ സ്വഭാവം ഒക്കെ വ്യത്യാസമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. 2 പോയിന്റും മനസ്സിലായവർ മാത്രം ചാറ്റ് ബോക്സിൽ 2 എന്നിട്. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായവർ ചാറ്റ് ബോക്സിൽ 2 എന്നിട്.
രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായവർ ചാറ്റ് ബോക്സിൽ 2 എന്നത്. എന്തായാലും സാറെ ഈ പനിയും വെച്ച് സാറെ കൊണ്ട് ഇത്രയും എടുപ്പിച്ചുല്ലോ. നിങ്ങൾ സൂപ്പറാ. അനശ്വര, സന, ഫാത്തിമ, യെസ്, ഗുഡ് 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 ഗോയിങ്, ഗുഡ് ഗോയിങ്. സാറെ ഈ പനിയും വെച്ച് ഇത്രയും എടുപ്പിച്ചുല്ലോ നിങ്ങൾ. ഗുഡ്. ശ്രീലക്ഷ്മി, യെസ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. സത്യമാണല്ലോ. വാട്ടർ ഉണ്ടാവുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നത്, അല്ലേ? Elements combine to form molecules and compounds. Elements combine to form molecules or compounds. എലമെന്റ്സ് സത്യമാണല്ലോ. ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്, ഓക്സിജൻ വേറെ എലമെന്റ് ആണ്. രണ്ടും കൂടി ചേർന്നിട്ടാണ് നമുക്ക് വാട്ടർ കിട്ടുന്നത്, കോമ്പൗണ്ട് കിട്ടും, വാട്ടർ മോളിക്യൂൾ കിട്ടുന്നത്, കോമ്പൗണ്ട് കിട്ടുന്നത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. എലമെന്റ്സ് കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾസും കോമ്പൗണ്ട്സും ഉണ്ടാവുന്നത്. ആറ്റംസ് കൂടി ചേർന്നാൽ മോളിക്യൂൾ കിട്ടും. എലമെന്റ്സ് കൂടി ചേരുമ്പോഴാണ് കോമ്പൗണ്ടും മോളിക്യൂൾസും ഉണ്ടാവുന്നത്. എലമെന്റ്സ് കൂടി ചേർന്നിട്ട്, രണ്ട് വ്യത്യസ്ത എലമെന്റ്സ് കൂടി ചേർന്ന് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും, അല്ലേ? യെസ്, ഗുഡ്. ലാസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചത് തന്നെ. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed എന്ന് പറഞ്ഞ പോലെ ഒരു matter can neither be created nor be destroyed. പറയേ, ഡാൾട്ടന്റെ പോസ്റ്റുലേറ്റ്സ് മനസ്സിലായവര് ഒരു അടിപൊളിയായിട്ട് നല്ലൊരു സ്റ്റാറോ നിങ്ങളുടെ ഫീല് ശരിക്കും ചാറ്റ് ബോക്സിൽ വരണം. സാറേ, ഡാൾട്ടന്റെ 4 പോസ്റ്റുലേറ്റ്സും കഴിഞ്ഞു. 4ാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ്. ഡാൾട്ടൻ പറഞ്ഞ 4ാമത്തെ വാക്ക്, മൈക്ക് എടുത്തുകൊണ്ട് ഡാൾട്ടൻ പറഞ്ഞ 4ാമത്തെ വാക്ക് ഇതാണ്: മാറ്റർ പുതിയതായിട്ട് സൃഷ്ടിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. സോ നിങ്ങളുടെ ഇത്രയും 5 ലോസ് കഴിഞ്ഞു, ഡാൾട്ടന്റെ പോസ്റ്റുലേറ്റ്സ് കഴിഞ്ഞു, അറ്റോമിക് മാസ് പഠിച്ചു, AMU പഠിച്ചു, സെറ്റാക്കി. ജസ്റ്റ് വി ഹാഡ് സ്പെൻഡ് 1 hour ടുഗദർ. ഒറ്റ മണിക്കൂറാണ് നിങ്ങൾ സംഭാവന ചെയ്തത്. ആ 1 മണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ, +1 ലൈഫിൽ ഇത് നമ്മുടെ കർട്ടൻ റൈസർ ആണ്. ഹിയർ വി ആർ സ്റ്റാർട്ടിങ്, മൈ ഡിയർ സ്റ്റുഡൻസ്. സാറുടെ ഇൽനെസ് വെച്ചിട്ട് തന്നെ സാറ് നമ്മൾ തുടങ്ങി വെച്ചു. ശ്രീജിത്ത് സാറുടെ റിവിഷൻ ക്ലാസ് വി ഹാവ് സ്റ്റാർട്ടഡ്. നല്ലൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ശ്രീജിത്ത് സാറ് റിവിഷൻ ക്ലാസ്. സാർ ഇങ്ങനെയാണ് ചെയ്യുക, ഓരോ സബ്ജക്റ്റും എടുക്കും. നിങ്ങൾക്ക് വിഷമമുള്ള ടോപ്പിക്സ് സാറ് കഥയിലൂടെ ഈസി ആക്കി തരും. ഇത് ഏറ്റവും ബോർ ചാപ്റ്റർ ആണ്. കെമിസ്ട്രിയിലെ ഏറ്റവും ബോറുള്ള ചാപ്റ്ററാണ് ഈ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അത് നമുക്ക് ഇത്രയെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഇതിലും അടിപൊളിയാവും. യു ഡോണ്ട് വറി. ഡിന്നർ കഴിക്കാത്തവർ കഴിക്കുക. സാധാരണ സാറ് ക്ലാസ് വെക്കുമ്പോൾ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ കുറച്ചുകൂടി എനർജറ്റിക് ആയിരിക്കും. ഇതിൽ പലരും ക്ലാസ് കണ്ടുകൊണ്ട് ചപ്പാത്തി കഴിച്ചവരുണ്ടാവും, ക്ലാസ് കണ്ടുകൊണ്ട് ഇഡ്ഡലി കഴിച്ചവരുണ്ടാവും, ക്ലാസ് കണ്ടുകൊണ്ട് ദോശയും റോസ്റ്റും കഴിച്ചവരുണ്ടാവും. സന്തോഷം. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഹാപ്പി ആണോ? ഇന്ന് വന്നത് മുതലായോ? ഈ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തത് മുതലായോ ഇല്ലയോ? പ്ലീസ് പോസ്റ്റ്. ഇന്നത്തെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്, ഈ 1 മണിക്കൂർ നിങ്ങൾ ഇരുന്നായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത്രയും കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഹാപ്പി. വർഷ, വിനിഷ, ഗുഡ്. ശ്രുതി, ഗുഡ്. Thank you so much. Good night, my dear students. See you soon. Bye. Take care. Bye. Happy learning. പൊളിക്കും നമ്മൾ ഈ വർഷം. അടിച്ച് പൊളിക്കും നമ്മൾ. Good. Bye.